ഡിയർ സ്റ്റുഡൻസ്, NIS +2 ഹിസ്റ്ററിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മളിന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് 5th മൊഡ്യൂളിലെ 32, 23, 24, 25, 28 അഞ്ചാമത്തെ മൊഡ്യൂളിലെ എക്സാമിന് വരുന്ന 23, 24, 25, 28 ഈ 4 ചാപ്റ്ററിലെയും MCQ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ. അതുപോലെ 1 വേർഡ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് മുമ്പുള്ള മൊഡ്യൂള് 1, 2, 3, 4 4 മൊഡ്യൂളും ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ക്ലാസ്സുകളൊക്കെ കാണാനും അതുപോലെ നോട്ടിഫിക്കേഷനും ലഭിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് ചോദിക്കണം. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സാറിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക. എക്സാമിനൊക്കെ നല്ല മാർക്ക് മേടിക്കുവാൻ ശ്രമിക്കണം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ചാപ്റ്റർ 23 ആണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വർ ദ ന്യൂ വെപ്പൺ യൂസ്ഡ് ഇൻ വേൾഡ് വാർ ഫസ്റ്റ്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ച പുതിയ ആയുധങ്ങൾ ഏതൊക്കെയായിരുന്നു? ആൻസർ എയറോപ്ലെയിൻസ്, അതുപോലെ ടാങ്ക്സ്, പിന്നെ സബ്മറൈൻസ്. വിമാനങ്ങൾ, ടാങ്കുകൾ, അന്തർവാഹിനികളാണ് ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഉപകരണങ്ങളായിട്ട് ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത്. നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ 2 മെയിൻ ഇന്റർനാഷണൽ അലയൻസ് ഫോംഡ് ബൈ 1940. 1914 രൂപീകരിച്ച 2 പ്രധാന അന്താരാഷ്ട്ര സഖ്യങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ട്രിപ്പിൾ എറ്റൻഡ്, അതുപോലെ തന്നെ ട്രിപ്പിൾ അലയൻസ്. നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി പീപ്പിൾ വേർ അഫക്റ്റഡ് ബൈ വേൾഡ് വാർ ഫസ്റ്റ്? ഒന്നാം ലോക മഹായുദ്ധം എത്ര പേരെയാണ് ബാധിച്ചത്? ആൻസർ 10 മില്യൺ കില്ഡ്. 10 ദശലക്ഷം പേർ കൊല്ലപ്പെട്ടു. അതുപോലെ 20 മില്യൺ വൗണ്ടഡ്, 20 ദശലക്ഷം പേർക്ക് പരിക്കേറ്റു. അതുപോലെ മില്യൺസ് ഓഫ് റെഫ്യൂജീസ്, ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളാവുകയും ചെയ്തു. നെക്സ്റ്റ് വരുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് സൈഡ് ഡിഡ് ഇന്ത്യൻ സോൾജേഴ്സ് ഫൈറ്റ് ഓൺ ഇൻ വേൾഡ് വാർ ഫസ്റ്റ്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യൻ സൈനികർ ഏത് പക്ഷത്താണ് പോരാടിയത്? ആൻസർ ബ്രിട്ടൻ്റെ പക്ഷത്ത്. അതായത് ഇന്ത്യ ബ്രിട്ടൻ്റെ കോളനി ആയിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് സ്വാതന്ത്ര്യം ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടെയാണ് ഇന്ത്യൻ സൈന്യം ബ്രിട്ടന് പിന്തുണ നൽകിയത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ പൊളിറ്റിക്കൽ സിസ്റ്റം ഇൻ റഷ്യ ബിഫോർ ദ റവല്യൂഷൻ? വിപ്ലവത്തിന് മുമ്പ് റഷ്യയിലെ രാഷ്ട്രീയ വ്യവസ്ഥ എന്തായിരുന്നു? ഓട്ടോക്രസി. ആൻസർ സ്വേച്ഛാധിപത്യ വ്യവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് വരുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് അതർ നെയിം ഈസ് ദ റഷ്യൻ റവല്യൂഷൻ ഓഫ് 1917 നോൺ ആസ്? 1917 റഷ്യൻ വിപ്ലവം മറ്റൊരു പേരിൽ അറിയപ്പെട്ടിരുന്നു. അതെന്താണ്? ആൻസർ ബോൾഷെവിക് റവല്യൂഷൻ. നെക്സ്റ്റ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദ ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് ഇൻ സാറിസ്റ്റ് റഷ്യ. സാറിസ്റ്റ് റഷ്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് സോഷ്യൽ ഡെമോക്രാറ്റ്സ്, അതുപോലെ ലിബറൽസ്, പിന്നെ സോഷ്യൽ റവല്യൂഷണറീസ്. 3 പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളാണ് ഉണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെൻ ബൈ അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി? സ്വകാര്യ സ്വത്ത് നിർത്തലാക്കൽ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ആൻസർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓൺഡ് ബൈ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ഉൽപാദന മാർഗങ്ങൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ 4 ഗ്ലോബൽ റീജിയൻ
that the war zone engulfed. യുദ്ധമേഖലകൾ വിഴുങ്ങിയ 4 ആഗോള പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? ആൻസർ യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക ആൻഡ് പസഫിക്. 4 മേഖലകൾ. നെക്സ്റ്റ് വരുന്നത് 10ാമത്തെ ക്വസ്റ്റ്യൻ. വേർ ഡിഡ് സീ ബാറ്റിൽ ടേക്ക് പ്ലേസ് ഡ്യൂറിങ് ദ വേൾഡ് ഫസ്റ്റ് വാർ? ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് കടൽ യുദ്ധങ്ങൾ എവിടെയാണ് നടന്നിരുന്നത്? സൗത്ത് അറ്റ്ലാന്റിക്. ആൻസർ സൗത്ത് അറ്റ്ലാന്റിക് ആൻഡ് പസഫിക്. നെക്സ്റ്റ് വരുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ്? വാട്ട് റോൾ ഡിഡ് വിമൻ ടേക്ക് ഓൺ ബാക്ക് ഇൻ സിറ്റീസ് ആൻഡ് ഇൻ ബാറ്റിൽ സോൺസ് ഡ്യൂറിങ് ദ വാർ? യുദ്ധസമയത്ത് നഗരങ്ങളിലും യുദ്ധമേഖലകളിലും സ്ത്രീകൾ എന്ത് പങ്കാണ് വഹിച്ചിരുന്നത്? ദേ ടുക്ക് ഓൺ മെനി ജോബ്സ് ഇൻ ദ സിറ്റീസ്. അവർ നഗരങ്ങളിൽ നിരവധി ജോലികൾ ഏറ്റെടുത്തിരുന്നു. അതുപോലെ വർക്കേഴ്സ് നഴ്സസ് ഇൻ ദ ബാറ്റിൽ സോൺസ്. യുദ്ധമേഖലകളിൽ നഴ്സുമാരായിട്ട് അവർ ജോലി ചെയ്തിരുന്നു. നെക്സ്റ്റ് വരുന്നത് 12ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ ലോങ് ഡിഡ് വേൾഡ് വാർ ഫസ്റ്റ് ലാസ്റ്റ്? ഒന്നാം ലോകമഹായുദ്ധം എത്ര കാലമാണ് നീണ്ടു നിന്നത്? 4 years. ആൻസർ 4 വർഷം. നെക്സ്റ്റ് 13ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഇവന്റ് സ്പാർക്ക്ഡ് ഓഫ് വേൾഡ് വാർ ഫസ്റ്റ്? ഒന്നാം ലോകമഹായുദ്ധത്തിന് കാരണമായ സംഭവം എന്തായിരുന്നു? ആൻസർ ദ മർഡർ ഓഫ് ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡ് അറ്റ് സറാജേവോ ഇൻ 1940. 1914 സരജേവോയിൽ വെച്ചുകൊണ്ട് ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡിന്റെ കൊലപാതകമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് കാരണമായത്. നെക്സ്റ്റ് വരുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ അലയൻസ് ബിറ്റ്വീൻ ജർമ്മനി ആൻഡ് ഓസ്ട്രിയ ഹംഗറി ഇൻ 1879 കോൾഡ്? 1879 ജർമ്മനിയും ഓസ്ട്രിയ ഹംഗറിയും തമ്മിലുള്ള സഖ്യത്തെ എന്താണ് വിളിച്ചിരുന്നത്? ഡ്യുവൽ അലയൻസ്. ആൻസർ ഇരട്ട സഖ്യം എന്നാണ്. ഡ്യുവൽ അലയൻസ്, ഇരട്ട സഖ്യം. നെക്സ്റ്റ് വരുന്നത് 15ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് 3 കൺട്രീസ് മെയ്ഡ് അപ്പ് ദ ട്രിപ്പിൾ അലയൻസ്? ട്രിപ്പിൾ അലയൻസിൽപ്പെട്ട 3 രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി ആൻഡ് ഇറ്റലി. നെക്സ്റ്റ് വരുന്നത് 16ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് 3 കൺട്രീസ് മെയ്ഡ് അപ്പ് ദ ട്രിപ്പിൾ എറ്റൻഡ്? ട്രിപ്പിൾ എറ്റൻഡയിൽ ഉൾപ്പെട്ട 3 രാജ്യങ്ങൾ ഏതെല്ലാമായിരുന്നു? ഫ്രാൻസ്, റഷ്യ ആൻഡ് ബ്രിട്ടൻ. 17ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് കൺട്രി ഡിക്ലെയർഡ് വാർ ഓൺ ജർമ്മനി ഇൻ ഏപ്രിൽ 1970? 1917 ഏപ്രിലിൽ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ആൻസർ US ആയിരുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് 18ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ ഡിഡ് ദ ആർമിസ്റ്റിസ് കം ഇൻ ടു എഫക്റ്റ് എൻഡിങ് ദ ഫൈറ്റിംഗ് ഇൻ വേൾഡ് വാർ ഫസ്റ്റ്? ഒന്നാം ലോകമഹായുദ്ധത്തിലെ പോരാട്ടം അവസാനിപ്പിച്ചുകൊണ്ട് യുദ്ധവിരാമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? ആൻസർ നവംബർ 11, 1918. 1918 നവംബർ 11 യുദ്ധവിരാമം നിലവിൽ വന്നത്. നെക്സ്റ്റ് വരുന്നത് 19ാമത്തെ ക്വസ്റ്റ്യൻ. അപ് ടിൽ ഫെബ്രുവരി 1917 ഹു റൂൾ ദ റഷ്യൻ എംപയർ? 1917 ഫെബ്രുവരി വരെ റഷ്യൻ സാമ്രാജ്യം ഭരിച്ചത് ആരായിരുന്നു? ആൻസർ ഓട്ടോക്രാറ്റ് നോൺ ആസ് ദ സാർ. സാർ എന്നറിയപ്പെടുന്ന ഒരു സ്വേച്ഛാധിപതിയായിരുന്നു റഷ്യൻ സാമ്രാജ്യം ഭരിച്ചിരുന്നത്. അതായത് സാർ ചക്രവർത്തിമാർ ആണ് അവിടെ ഭരണം നടത്തിയിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 20ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ നെയിം ഓഫ് ലാസ്റ്റ് സാർ ഓഫ് റഷ്യ? റഷ്യയിലെ അവസാനത്തെ സാർ ചക്രവർത്തി അല്ലെങ്കിൽ സാറിൻ്റെ പേരെന്തായിരുന്നു? ആൻസർ നിക്കോളാസ് രണ്ടാമനായിരുന്നു. നെക്സ്റ്റ് 21ാമത്തെ ക്വസ്റ്റ്യൻ.
വെൻ വേർ ദ പീസൻ സെർബ്സ് ഫ്രീഡ് ഇൻ ദ റഷ്യൻ എംപയർ? റഷ്യൻ സാമ്രാജ്യത്തിലെ കർഷക സെർഫുകളെ എപ്പോഴാണ് മോചിപ്പിച്ചത്? ആൻസർ 1861. നെക്സ്റ്റ് വരുന്നത് 22ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ ഡിഡ് ദ പീസൻ കോൺസ്റ്റിറ്റ്യൂട്ട്? ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് കർഷകർ ഉണ്ടായിരുന്നത്? എത്രയായിരുന്നു? ഏകദേശം റഷ്യയിൽ എത്രയായിരുന്നു? എബൌട്ട് 18%. ഏകദേശം 80% ആളുകളും അവിടെ കർഷകരാണ് ഉണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 20ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം 3 nationalities that played an important role in overthrowing the Russian autocracy. റഷ്യൻ സ്വേച്ഛാധിപത്യത്തെ അട്ടിമറിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച 3 ദേശീയ നേതാക്കളുടെ പേര് പറയുക. അതിലൊന്നാമത്തത് കൊക്കേഷ്യക്കാർ, ഒന്നാമത്തത് കൊക്കേഷ്യൻസ്, പിന്നെ അതുപോലെ തന്നെ പോളിഷ്, പിന്നെ കസാക്സ്, പിന്നെ ലാത്തിയൻസ്, പിന്നെ അതുപോലെ തന്നെ എസ്റ്റോണിയക്കാർ ആൻഡ് അതേഴ്സ്, മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും 3 പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് 24ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വർ ദ 2 മെയിൻ പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് ഓഫ് സോഷ്യൽ ഡെമോക്രാറ്റ് ഇൻ റഷ്യ? റഷ്യയിലെ സോഷ്യൽ ഡെമോക്രാറ്റുകളുടെ 2 പ്രധാന രാഷ്ട്രീയ ഗ്രൂപ്പുകൾ ഏതെല്ലാമായിരുന്നു? ഒന്നാമത്തത് ബോൾഷെവിക്. ബോൾഷെവിക് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി, ഭൂരിപക്ഷം വരുന്ന ആളുകൾ എന്നർത്ഥം. രണ്ടാമത്തത് മെൻഷെവിക്. മെൻഷെവിക് എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി, ന്യൂനപക്ഷം വരുന്നത്. അപ്പോൾ ബോൾഷെവിക്, മെൻഷെവിക് എന്ന് പറയുന്ന 2 വിഭാഗമായിരുന്നു. ഒന്ന് മെജോറിറ്റിയാണ്, 2 മൈനോറിറ്റിയാണ്. ഒന്ന് ഭൂരിപക്ഷം, 2 ന്യൂനപക്ഷമാണ്. നെക്സ്റ്റ് വരുന്നത് 25ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ 2 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലീഡേഴ്സ് ഓഫ് ദ റഷ്യൻ റവല്യൂഷൻ ഓഫ് 1917. 1917 റഷ്യൻ വിപ്ലവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നേതാക്കൾ ആരെല്ലാമാണ്? ഒന്നാമത്തത് ആൻസർ ലെനിൻ, രണ്ടാമത്തത് ട്രോട്സ്കി. ഇനി നെക്സ്റ്റ് വരുന്നത് 26ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ 1905 റവല്യൂഷണറി അപ്സർട്ട് നോൺ ആസ് ബൈ ലെനിൻ? ലെനിൻ 1905 വിപ്ലവകരമായ മുന്നേറ്റം എന്ന് വിളിച്ചത് എന്തായിരുന്നു? ആൻസർ ദ ഡ്രസ് റിഹേഴ്സൽ എന്നായിരുന്നു. അതായത് വിപ്ലവത്തിനായിട്ടുള്ള ഡ്രസ് റിഹേഴ്സൽ, നമ്മൾ അണിയറ പരിശീലനം എന്ന് വരും കേട്ടോ. ആൻസർ ഡ്രസ് റിഹേഴ്സൽ എന്നാണ് വിളിച്ചിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 27ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം 3 മെയിൻ ഡിമാൻഡ്സ് ഓഫ് ദ 1900 റവല്യൂഷൻ. 1905 വിപ്ലവത്തിൻ്റെ 3 പ്രധാന ആവശ്യങ്ങൾ എന്തെല്ലാമായിരുന്നു? ഫസ്റ്റ് വൺ, ആൻസർ ഒന്നാമത്തത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ് ഒന്നാമത്തത് മുന്നോട്ട് വച്ചിരുന്നത്. മറ്റൊന്ന് യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസീസ്, അതായത് സാർവത്രികമായിട്ടുള്ള ഫ്രാഞ്ചൈസി ലഭിക്കണം. അതുപോലെ ലാൻഡ് ഫോർ പീസൻട്രി, കർഷകർക്ക് ഭൂമി നൽകണം. പിന്നെ ഹയർ വേജസ്, ഉയർന്ന വേതനം നൽകണം. ഷോർട്ടർ വർക്കിംഗ് ഡേ, കുറഞ്ഞ തൊഴിൽ ദിനം. ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും 1905 വിപ്ലവത്തിന് മുന്നോട്ട് വച്ചിരുന്ന ആവശ്യങ്ങൾ. ഇനി നെക്സ്റ്റ് വരുന്നത് 28ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് റവല്യൂഷണറി ഓർഗനൈസേഷൻ ഓഫ് ദ വർക്കിംഗ് ക്ലാസ് വാസ് ഫോംഡ് ഡ്യൂറിങ് ദ 1905 റവല്യൂഷൻ? 1905 വിപ്ലവകാലത്ത് തൊഴിലാളി വർഗത്തിൻ്റെ ഏത് വിപ്ലവഘടനയാണ് രൂപീകരിച്ചിരുന്നത്? ആൻസർ സോവിയറ്റ് യൂണിയൻ ഉണ്ടല്ലോ, സോവിയറ്റ്. നെക്സ്റ്റ് വരുന്നത് 29ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് സ്പാർക്ക്ഡ് ഓഫ് ദ ഫെബ്രുവരി റവല്യൂഷൻ ഇൻ 1917? 1917 ഫെബ്രുവരി വിപ്ലവത്തിന് കാരണമായത് എന്താണ്? ഷോർട്ടേജ് ഓഫ് ബ്രെഡ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ ഓഫ് വിമൻ. അപ്പത്തിൻ്റെ ക്ഷാമം, അതായത് അപ്പം ബ്രെഡ് എന്ന് പറഞ്ഞാൽ റൊട്ടി. അവിടെയുള്ള ആളുകൾക്ക്, ജനങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ ഇല്ലാത്ത സാഹചര്യം, അതാണ് റൊട്ടിയുടെ ക്ഷാമം ഉണ്ടായിരുന്നു. അതുപോലെ സ്ത്രീകളുടെ പ്രകടനം, സ്ത്രീകൾ വരി നിൽക്കുന്ന സമയത്ത് ആണ് പെട്ടെന്നുള്ള വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോൾ സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ട് കാരണമായിട്ട് സ്ത്രീകളും രംഗത്തേക്ക് വന്നിരുന്നു.
പിന്നെ റൊട്ടിയുടെ ക്ഷാമവും ഇതെല്ലാമാണ് 1917 ഫെബ്രുവരി വിപ്ലവത്തിന് കാരണമായത്. നെക്സ്റ്റ് വരുന്നത് 30ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് കൈൻഡ് ഓഫ് ഗവൺമെന്റ് റീപ്ലേസ്ഡ് ഓട്ടോക്രസി ആഫ്റ്റർ ദ ഫെബ്രുവരി റവല്യൂഷൻ? ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷം സ്വേച്ഛാധിപത്യത്തെ മാറ്റി സ്ഥാപിച്ച സർക്കാർ ഏതാണ്? ഇതിന് പകരം ഒരു പ്രൊവിഷണൽ ഗവൺമെന്റിനെയാണ് കൊണ്ടുവന്നത്. ഒരു താൽക്കാലിക സർക്കാരാണ് കൊണ്ടുവന്നത്. അതായത് അവർക്ക് കൂടുതൽ അധികാരം ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഒരു സർക്കാർ എന്നുള്ള രീതിയിൽ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു താൽക്കാലിക സർക്കാർ ഉണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് 31ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ 4 സ്ലോഗൻസ് ഓഫ് ദ ബോൾഷെവിക് ദാറ്റ് became popular in 1917. 1917 പ്രചാരത്തിലായ ബോൾഷെവിക്കുകളുടെ 4 മുദ്രാവാക്യങ്ങൾ എന്തെല്ലാമായിരുന്നു? ഒന്നാമത്തത് പീസ്, സമാധാനം. രണ്ടാമത്തത് ബ്രെഡ്, റൊട്ടി. 3 ലാൻഡ്, ഭൂമി. 4 ഡെമോക്രസി, ജനാധിപത്യം ഉണ്ടായിരിക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് 34ാമത്തെ ക്വസ്റ്റ്യൻ. ഓൺ വാട്ട് ഡേറ്റ് ഈസ് ദ ഒക്ടോബർ റവല്യൂഷൻ സെലിബ്രേറ്റഡ് ഇന്റർനാഷണലി? അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ വിപ്ലവം ഏത് രീതിയിലാണ് ആഘോഷിക്കുന്നത്? അത് വർഷം 1917 നവംബർ 7-നാണ് 7-ാം തീയതിയാണ് ആഘോഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് 23ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് 24ാമത്തെ ചാപ്റ്റർ നോക്കാം. അതിൽ ഫസ്റ്റ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. അതിൽ ഒന്നാമത്തത് വരുന്നത് ട്രീറ്റി ഓഫ് വേഴ്സാലീസ് ഉടമ്പടി. അതിൻ്റെ ആൻസർ അതിനോട് മാച്ച് ആവുന്നത് ഡിക്റ്റേറ്റഡ് പീസ്, ആജ്ഞാപിത സമാധാനം എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തത് നോക്കൂ. രണ്ടാമത്തെ എന്താണ്? റഷ്യൻ റവല്യൂഷൻ, റഷ്യൻ വിപ്ലവം. അതിൻ്റെ മാച്ച് ആവുന്നത് അലൈഡ് ഇന്റർവെൻഷൻ, സഖ്യകക്ഷികളുടെ ഇടപെടൽ. അതിന് മൂന്നാമത്തത് ലീഗ് ഓഫ് നേഷൻസ്, അതിൻ്റെ ആൻസർ വരുന്നത് കൺവെനന്റ്. പിന്നെ നാലാമത്തത് ഇറാഖ് ആൻഡ് പാലസ്തീൻ, അതിൻ്റെ ആൻസർ വരുന്നത് മാൻഡേറ്റ്സ്. അഞ്ചാമത്തത് പോളിഷ് കോറിഡോർ, പോളിഷ് ഇടനാഴി. ഔട്ട്ലെറ്റ് ടു ബാൾട്ടിക് സീ, ബാൾട്ടിക് കടലിലേക്കുള്ള ഒരു ഔട്ട്ലെറ്റ്, അതാണ് പോളിഷ് കോറിഡോർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ക്വസ്റ്റ്യന് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് വരുന്നത് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസുകൾ പൂർത്തിയാക്കി കൊടുക്കാനാണ്. അതിൽ 6th വൺ, ആറാമത്തത് ദ ലീഗ് ഓഫ് നേഷൻസ് വാസ് ക്രിയേറ്റഡ് ഫോർ. ലീഗ് ഓഫ് നേഷൻസ് എന്തിനു വേണ്ടിയാണ് രൂപീകരിച്ചത്? എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തത് പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ കോർപ്പറേഷൻ, അന്താരാഷ്ട്രപരമായിട്ടുള്ള സഹകരണമാണ്. പിന്നെ അതുപോലെ പീസ്, സമാധാനം. പിന്നെ സെക്യൂരിറ്റി, സുരക്ഷ. അതായത് ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറഞ്ഞാൽ വിവിധ നാഷൻസ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രങ്ങൾ ധാരാളം രാഷ്ട്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടായ്മക്കാണ് ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ രാജ്യങ്ങൾ തമ്മിൽ സഹകരണത്തോടു കൂടെ പ്രവർത്തിക്കുക, രാജ്യങ്ങൾ തമ്മിൽ സമാധാനപരമായിട്ട് പ്രവർത്തിക്കുക, അതുപോലെ അവർക്കിടയിൽ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കണം. 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിച്ചിട്ടുണ്ട്. ഇനിയൊരു യുദ്ധം ഇല്ലാതിരിക്കുവാനും നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ സമാധാനത്തോടു കൂടെ കൊണ്ടുപോകുവാനും വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ലീഗ് ഓഫ് നേഷൻസ് സൃഷ്ടിക്കപ്പെട്ടത്. ഇനി നെക്സ്റ്റ് വരുന്നത് 7ാമത്തെ ക്വസ്റ്റ്യൻ. വില്യംസ് 14 പോയിന്റ്സ് പ്രൊമിസ്ഡ് ടു ബ്രിങ് ഇൻ ഡാഷ്. വിൽസൺ 14 പോയിന്റുകൾ കൊണ്ടുവരുമെന്ന് വാഗ്ദാനം ചെയ്തു. ഡാഷ്, അത് ആൻ ഇറ ഓഫ് പീസ്, സമാധാനം. അതുപോലെ ഫ്രീഡം, സ്വാതന്ത്ര്യം. പിന്നെ ഡെമോക്രസി, ജനാധിപത്യം. സെൽഫ് ഡിറ്റർമിനേഷൻ, സ്വയം നിർണയം. ഇവയുടെയൊക്കെ ഒരു യുഗം ആണ് ഇതുകൊണ്ട് വിൽസൺ
കൊണ്ടുവരും എന്ന് ഉദ്ദേശിച്ചിരുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് 8ാമത്തെ ക്വസ്റ്റ്യൻ. റഷ്യ വിത്ഡ്രോ ഫ്രം വാർ ആഫ്റ്റർ. റഷ്യ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയതിന് ശേഷം ഡാഷ് എന്താ സംഭവിച്ചത്? അത് എങ്ങനെയാണ് പിന്മാറിയത്? സൈലന്റ് ട്രീറ്റി വിത്ത് ജർമ്മനി. ജർമ്മനിയുമായിട്ട് ഒരു കരാർ ഉടമ്പടി ഒപ്പുവെച്ചു. ജർമ്മനിയും റഷ്യയും തമ്മിൽ ഉടമ്പടി വെച്ചതിന് ശേഷമാണ് അവർ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയത്. നെക്സ്റ്റ് വരുന്നത് 9ാമത്തെ ക്വസ്റ്റ്യൻ. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 9ാമത്തെ ക്വസ്റ്റ്യൻ. ദ ബാൾട്ടിക് സ്റ്റേറ്റ് വിച്ച് ഗെയിൻ ഇൻഡിപെൻഡൻസ് ആഫ്റ്റർ വാർ വേർ ഡാഷ്. യുദ്ധത്തിന് ശേഷം സ്വാതന്ത്ര്യം നേടിയ ബാൾട്ടിക് രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഡാഷ്. അത് എസ്റ്റോണിയ, ലാത്വിയ, പിന്നെ അതുപോലെ ലിത്വാനിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെയാണ് ബാൾട്ടിക് സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള രാജ്യങ്ങൾ. ഇനി നെക്സ്റ്റ് വരുന്നത് 10ാമത്തെ ക്വസ്റ്റ്യൻ. പോളണ്ട് വാസ് ഫോംഡ് ആഫ്റ്റർ ദ ഡിക്ലൈൻ ഓഫ് ഡാഷ് ആൻഡ് ഡാഷ്. 2 മാർക്കിന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാട്ടോ. അതായത് 2 കാര്യങ്ങൾ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാനുണ്ടായിരിക്കും. അത് പോളണ്ട് രൂപീകൃതമായത് ഡാഷ് പതനത്തിന് ദേശമാണ്. 1ാമത്തത് ഓസ്ട്രേലിയ, അതുപോലെ പ്രഷ്യ ആൻഡ് റഷ്യ. പോളണ്ട്, റഷ്യ ചേർന്നത് പ്രഷ്യ. അവ ഈ റഷ്യയുടെയും ഓസ്ട്രേലിയയുടെയും പിന്നെ അതുപോലെ റഷ്യയുടെയും പതനത്തിന് ശേഷമാണ് പോളണ്ട് രൂപീകൃതമായത്. നെക്സ്റ്റ് വരുന്നത് 31ാമത്തെ ക്വസ്റ്റ്യൻ. 31. മുസോളിനീസ് ആർമഡ് ഗൺസ് വർ കോൾഡ്. മുസോളിനിയുടെ സായുധ സംഘത്തെ എന്താണ് വിളിച്ചിരുന്നത്? ആൻസർ ബ്ലാക്ക് ഷർട്ട്, കറുത്ത കുപ്പായക്കാർ എന്നാണ് വിളിച്ചിരുന്നത്. നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ. ഹിറ്റ്ലർ റോഡ് ഡാഷ് വൈൽ ഹി വാസ് ഇൻ ജയിൽ. ഹിറ്റ്ലർ ജയിലിൽ വെച്ചുകൊണ്ട് എഴുതിയ അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതായിരുന്നു? മെയിൻ കാഫ്. ആൻസർ. ഇത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ആൻസർ മെയിൻ കാഫ്. മെയിൻ കാഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ പോരാട്ടം എന്നുള്ള ആത്മകഥയാണ് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് 13ാമത്തെ ക്വസ്റ്റ്യൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? ലീഗ് ഫാസിസ്റ്റ് നാസിസം വേർ ആൾസോ ഓപ്പോസിഡ് ടു ഡാഷ് ആൻഡ്. ഫാസിസ്റ്റുകളെ പോലെ നാസികളും ഡാഷിനെയും എതിർത്തിരുന്നു. അവിടെ 2 കാര്യങ്ങൾ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. 1ാമത്തത് ഡെമോക്രസി, ജനാധിപത്യത്തിനെ എതിർത്തിരുന്നു. 2ാമത്തത് സോഷ്യലിസം. നെക്സ്റ്റ് വരുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ. മുസോളിനി കെയിം ടു പവേർഡ് ബൈ ഓർഗനൈസിങ് എ ഡാഷ് ഓൺ ഡാഷ്. മുസോളിനി അധികാരത്തിൽ എത്തിയത് വർഷം, അതായത് മാസം ഏതായിരുന്നു? മാർച്ചിൽ ആണ് ഉള്ളത്. സ്ഥലം എവിടെയാണ്? റോമിൽ വെച്ച് മാർച്ചിലാണ് മുസോളിനി അധികാരത്തിലേക്ക് എത്തുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 15ാമത്തെ ക്വസ്റ്റ്യൻ. 15ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആഫ്റ്റർ ഡിഫീറ്റിംഗ് റഷ്യ ഇൻ വാർ ജപ്പാൻ ടുക്ക് ഓവർ ഡാഷ് ഇൻ. യുദ്ധത്തിൽ റഷ്യയെ പരാജയപ്പെടുത്തിയ ഡാഷ് ജപ്പാനിൽ ഡാഷ് ഏറ്റെടുത്തു. അവിടെ മഞ്ചൂറിയ. ജപ്പാൻ. 1ാമത്തത് മഞ്ചൂറിയ, അതുപോലെ 2ാമത്തത് ചൈന. നെക്സ്റ്റ് വരുന്നത് സ്റ്റേറ്റ് വെദർ ട്രൂ ഓർ ഫാൾസ്. ശരിയോ തെറ്റോ എന്ന് എഴുതി കൊടുക്കാനാണ്. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യനും പ്രതീക്ഷിക്കാട്ടോ. ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ. അതിൽ 16ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇൻ 1920 ദ സോഷ്യലിസ്റ്റ് റെവല്യൂഷൻ സക്സീഡ് ഇൻ മെനി കൺട്രീസ്. 1920കളിൽ പല രാജ്യങ്ങളിലും സോഷ്യലിസ്റ്റ് വിപ്ലവങ്ങൾ വിജയിച്ചു. അത് ഫാൾസ് ആണ്. നെക്സ്റ്റ് വരുന്നത് 17ാമത്തെ ക്വസ്റ്റ്യൻ. ഹി ടേം ഫാസിസം ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ്. ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ വിശേഷിപ്പിക്കുവാൻ ഫാസിസം എന്ന പദം ഉപയോഗിക്കുന്നു. അതും ഫാൾസ് ആണ്.
നെക്സ്റ്റ് വരുന്നത് 18ാമത്തെ ക്വസ്റ്റ്യൻ. ഹിറ്റ്ലർ സെറ്റപ്പ് ദ മോസ്റ്റ് ബാർബറിക് റെജിം ഓഫ് മോഡേൺ ടൈംസ്. ആധുനിക കാലത്തെ ഏറ്റവും പ്രാകൃതമായ ഭരണകൂടം സ്ഥാപിച്ചത് ഹിറ്റ്ലറാണ്. അത് ട്രൂ ആണ്. നെക്സ്റ്റ് വരുന്നത് 19ാമത്തെ ക്വസ്റ്റ്യൻ. ദ യൂറോപ്യൻ ഗവൺമെന്റ് സപ്പോർട്ടഡ് ദ റൈസ് ഓഫ് സോഷ്യലിസം. സോഷ്യലിസത്തിന്റെ ഉദയത്തെ യൂറോപ്യൻ സർക്കാരുകൾ പിന്തുണച്ചിരുന്നു. അത് ഫാൾസ് ആണ്. നെക്സ്റ്റ് വരുന്നത് 20ാമത്തെ ക്വസ്റ്റ്യൻ. ജപ്പാൻ അഡോപ്റ്റഡ് ദ എ പീസ്ഫുൾ പോളിസി ടുവാർഡ്സ് ചൈന. ചൈനയോട് ജപ്പാൻ സമാധാനപരമായ നയമാണ് സ്വീകരിച്ചത്. അതിൻ്റെ ആൻസറും ഫാൾസ് ആണ്. ഇനി നെക്സ്റ്റ് നേരത്തെ പോലെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. 21ാമത്തേതാണ് ഇതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. ന്യൂ ഡീൽ പുതിയ കരാർ, അത് USA. പിന്നെ 22 റിച്ച് ഫാമേഴ്സ് സമ്പന്നരായ കർഷകർ, അവരെ കുലാക്സ് കുലക്കാർ എന്ന് അറിയപ്പെടുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് 23ാമത്തെ ക്വസ്റ്റ്യൻ. ന്യൂ എക്കണോമിക് പോളിസി പുതിയ സാമ്പത്തിക നയം, അതേതാണ്? USSR. പിന്നെ 4ാമത്തത് കളക്റ്റീവിസേഷൻ കൂട്ടായ വൽക്കരണം, അത് കോപ്പറേറ്റീവ് ഫാംസ് സഹകരണ ഫാമുകളാണ്. ഇനി നെക്സ്റ്റ് 5ാമത്തത് ഓവർ പ്രൊഡക്ഷൻ അമിത ഉൽപാദനം, അത് ഗ്രേറ്റ് ഡിപ്രഷൻ മഹാമാന്ദ്യത്തിന് കാരണമായിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ട്രൂ ഓർ ഫാൾസിന്റെ ക്വസ്റ്റ്യൻ ആണ്. വെദർ ട്രൂ ഓർ ഫാൾസ്. 26ാമത്തെ ക്വസ്റ്റ്യൻ. മോസ്റ്റ് ഓഫ് ദ യൂറോപ്യൻ കൺട്രീസ് വെർ ഡിപ്പെൻഡഡ് ഓൺ ദ US എക്കണോമി. മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ആശ്രയിച്ചിരുന്നു. ട്രൂ ആണ്. അതായത് യുദ്ധം കാരണമായിട്ട് വലിയ നഷ്ടം ഏറ്റെടുത്തപ്പോൾ അവിടെയൊക്കെ ആശ്രയിച്ചിരുന്നത് അമേരിക്കയായിരുന്നു. പിന്നീട് നമ്മൾ നേരത്തെ മാന്ദ്യത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇത്തരത്തിൽ അവർ ഉദ്ദേശിച്ച രീതിയിൽ വിൽപ്പന നടക്കാത്തത് കൊണ്ടാണ് അവിടെ മാന്ദ്യം ഉണ്ടായത്. ഇനി നെക്സ്റ്റ് വരുന്നത് 27ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ ക്യാപിറ്റൽ സിസ്റ്റം വർക്കേഴ്സ് വർക്ക് പെയ്ഡ് ലോ വേജ്. മുതലാളിത്ത വ്യവസ്ഥയിൽ തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനമാണ് നൽകിയിരുന്നത്. ആൻസർ ട്രൂ ആണ്. നെക്സ്റ്റ് വരുന്നത് 28. ദ പീപ്പിൾ വർ ഹാപ്പി വിത്ത് ലെനിൻസ് പോളിസി ഓഫ് വാർ കമ്മ്യൂണിസം. ലെനിൻ്റെ യുദ്ധനയമായ കമ്മ്യൂണിസത്തിൽ ജനങ്ങൾ സന്തുഷ്ടരായിരുന്നു. അത് ആൻസർ ഫാൾസ് ആണ്. നെക്സ്റ്റ് 29ാമത്തെ ക്വസ്റ്റ്യൻ. റഷ്യ ഇൻട്രൊഡ്യൂസ്ഡ് 5-year പ്ലാൻസ് ഫോർ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണത്തിനായി റഷ്യ 5 വത്സര പദ്ധതികൾ അവതരിപ്പിച്ചു. ആൻസർ ട്രൂ ആണ്. നെക്സ്റ്റ് വരുന്നത് 30ാമത്തെ ക്വസ്റ്റ്യൻ. മെനി കോളനീസ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അഡോപ്റ്റ് ദ സോവിയറ്റ് എക്സാമ്പിൾ ഓഫ് സോഷ്യലിസ്റ്റ് എക്കണോമി. സ്വാതന്ത്ര്യാനന്തരം പല കോളനികളും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ സോവിയറ്റ് മാതൃക സ്വീകരിച്ചു. ആൻസർ ട്രൂ ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് പൂർത്തിയാക്കി കൊടുക്കാനാണ്. ദ ലീഗ് ഫെയിൽഡ് ടു പ്രിവെന്റ് ഡാഷ്. ലീഗ് തടയുന്നതിൽ പരാജയപ്പെട്ടു. എന്താണ്? അഗ്രഷൻ, ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ടു. നെക്സ്റ്റ് 32. ഇൻ 1931 ജപ്പാൻ ഇൻവേഡഡ്. ജപ്പാൻ ആക്രമിച്ചത് ആരെയാണ്? മഞ്ചൂറിയക്കാരെയാണ് ആക്രമിച്ചത്. നെക്സ്റ്റ് 33. ഇറ്റലി ഡിഫൈഡ് ദ ലീഗ് ഓഫ് ടു ടേക്ക് ഓവർ. ഇറ്റലി ലീഗിനെ എതിർത്ത് കീഴടക്കിയത്. എതിരായിട്ട് കീഴടക്കിയത് എത്യോപ്യയാണ് കീഴടക്കിയത്. ലീഗിന്റെ നിയമങ്ങളൊന്നും പാലിക്കാണ്ട് ഇറ്റലി എത്യോപ്യയെ കീഴടക്കി. നെക്സ്റ്റ് വരുന്നത് 34. 24ാമത്തെ ക്വസ്റ്റ്യൻ. ജർമ്മൻ ട്രൂപ്സ് എൻറ്റേർഡ് ദ ഡിമിലിറ്റൈസ്ഡ് സോൺ ഓഫ് ഡാഷ്. ജർമ്മൻ സൈന്യം ഡാഷ് എന്ന സൈനികരഹിത മേഖലയിലേക്ക് പ്രവേശിച്ചു. റെയിൻലാൻഡ് ആയിരുന്നു. ആ മേഖലയുടെ പേരെന്താണ്? റെയിൻലാൻഡ് ആണ്. നെക്സ്റ്റ് വരുന്നത് 35. 35ാമത്തെ ക്വസ്റ്റ്യൻ. ദ മ്യൂണിക് പാക്ട് അലൗഡ് ജർമ്മനി ടു ഒക്യുപ്പൈ.
മ്യൂണിക് ഉടമ്പടി ജർമ്മനിയെ കൈവശപ്പെടുത്തുവാൻ അനുവദിച്ചത്? അത് എന്തിനെയായിരുന്നു? ഏത് പ്രദേശത്തെയായിരുന്നു? സുഡൻഡൻ ലാൻഡ് ആയിരുന്നു. സുഡൻഡൻ ലാൻഡിനെയാണ് കൈവശം വെക്കുവാനുള്ള അവകാശം നൽകിയത്. ഇനി നെക്സ്റ്റ് വരുന്നത് 36 ക്വസ്റ്റ്യൻ. ആൻസലസ് റെഫേഴ്സ് ടു ദ യൂണിയൻ ഓഫ് ഡാഷ് ആൻഡ് ഡാഷ്. അൻസലസ് എന്നത് ഡാഷ് രണ്ട് രാജ്യങ്ങളുടെ യൂണിയനെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തത് ഓസ്ട്രിയ, രണ്ടാമത്തത് ജർമ്മനി. നെക്സ്റ്റ് വരുന്നത് 37 ക്വസ്റ്റ്യൻ. ദ പോപ്പുലർ ഫ്രണ്ട് ഗവൺമെന്റ് ഇൻ ദ സ്പെയിൻ കൺസിഡേർഡ് ഓഫ് ഡാഷ്. സ്പെയിനിലെ പോപ്പുലർ ഫ്രണ്ട് ഗവൺമെന്റ് അത് ഏതാണ്? സോഷ്യലിസ്റ്റ്, ഒന്നാമത്തത് സോഷ്യലിസ്റ്റുകൾ, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകൾ, പിന്നെ ആൻറ്റി ഫാസിസ്റ്റ് വിരുദ്ധരായ ആളുകൾ. ഇവയാണ് സ്പെയിനിലെ പോപ്പുലർ ഫ്രണ്ട് ഗവൺമെന്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 38 ക്വസ്റ്റ്യൻ. ദ സെക്കൻഡ് വേൾഡ് വാർ ബിഗൻ വിത്ത് ദ ഇൻവേഷൻ ഓഫ് ഡാഷ്. രണ്ടാം ലോക മഹായുദ്ധം എപ്പോഴാണ് ആരംഭിച്ചത്? അതായത് ആൻസർ പോളണ്ടിനെ ആക്രമിച്ചതോടുകൂടെ ആരംഭിച്ചത്. പോളണ്ടിന്റെ ആക്രമണമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചത്. നെക്സ്റ്റ് വരുന്നത് 39 ക്വസ്റ്റ്യൻ. 39 എന്താണ്? ദ ആന്റി കമിൻറ്റേൺ പാക്ട് വാസ് സൈൻഡ് ബിറ്റ്വീൻ കോമിൻറ്റൻ വിരുദ്ധ ഉടമ്പടി പാക്ട് ഉടമ്പടി ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? കോമിൻറ്റോൺ വിരുദ്ധ ഉടമ്പടി ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? ജർമ്മനി, ഇറ്റലി ആൻഡ് ജപ്പാൻ. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ 3 രാജ്യങ്ങളാണ്. നെക്സ്റ്റ് 40. ദ പീപ്പിൾ ഓഫ് അപ്പീസ്മെന്റ് എൻകറേജ്ഡ്. പ്രീണന നയം പ്രോത്സാഹിപ്പിക്കപ്പെട്ടത് ആരെയാണ്? ഫാസിസ്റ്റുകളെയാണ്. അവരെ പ്രീണിപ്പിച്ചുകൊണ്ട് ഭരണം നഷ്ടപ്പെടാതിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഫാസിസ്റ്റുകാരെയാണ് പ്രോത്സാഹിപ്പിക്കപ്പെട്ടത്. ഇനി നെക്സ്റ്റ് നേരത്തെ പോലെ മാച്ച് ദ ഫോളോയിങ്. 41 ഫ്രീ ഫ്രാൻസ് മൂവ്മെന്റ് അതേതാണ്? ചാൾസ് ഡി ഗല്ലെയാണ് ഫ്രീ ഫ്രാൻസ് പ്രസ്ഥാനം. നെക്സ്റ്റ് രണ്ടാമത്തത് ബാറ്റിൽ ഓഫ് ബ്രിട്ടൻ യുദ്ധം, അത് ഓപ്പറേഷൻ സീ ലയൺ. നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ എന്താണ്? ഇൻവേഷൻ ഓഫ് USSR അധിനിവേശം, അത് ഓപ്പറേഷൻ ബർബോസ. നെക്സ്റ്റ് 41 നാലാമത്തത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ. 45 സെക്കൻഡ് ഫ്രണ്ട് രണ്ടാം മുന്നണി നോർമാൻഡിയാണ്. നെക്സ്റ്റ് ഒരെണ്ണം കൂടെ അതിൽ പറയുന്നുണ്ട്. 6 ബ്രിട്ടീഷ് എയർക്രാഫ്റ്റ്, ബ്രിട്ടീഷ് വിമാനങ്ങൾ, അത് സ്പിറ്റ്ഫയറുകളും അതുപോലെ ഹാരിക്കെയിൻസുകളാണ് ബ്രിട്ടീഷ് യുദ്ധ വിമാനങ്ങൾ. ഓക്കെ, ഇതുപോലെ മാച്ച് ഫോളോയിങ് ആയിരിക്കും, അത് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഇനി നെക്സ്റ്റ് വരുന്നത് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ്. 47 ക്വസ്റ്റ്യൻ. ദ സെക്കൻഡ് വേൾഡ് വാർ ബിഗൻ വിത്ത്. രണ്ടാം ലോകയുദ്ധം ആരംഭിച്ചത് എങ്ങനെയാണ്? പോളണ്ടിന്റെ അധിനിവേശത്തോടു കൂടെയാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 48 ക്വസ്റ്റ്യൻ. ഓപ്പറേഷൻ സീ ലയൺ വാസ് പോസിബിൾ ഓൺലി ഇഫ് ഡാഷ്. ഓപ്പറേഷൻ സീ ലയൺ ഡാഷ് ആണെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതിനുള്ള ആവശ്യം എന്തായിരുന്നു? ജർമ്മൻ ആർമി കുഡ് ക്രോസ് ദ ഇംഗ്ലീഷ് ചാനൽ. ജർമ്മൻ സൈന്യത്തിന് ഇംഗ്ലീഷ് ചാനൽ കടക്കുവാൻ കഴിഞ്ഞു. അത് ഏതിലൂടെയാണ്? ഓപ്പറേഷൻ സീ ലയണിലൂടെയാണ് സാധ്യമായത്. നെക്സ്റ്റ് വരുന്നത് 49 ദ അറ്റാക്ക് ഓൺ പേൾ ഹാർബർ ലീഡ് ടു ഡാഷ്. പേൾ ഹാർബറിനെതിരായ ആക്രമണം ഡാഷിലേക്ക് നയിച്ചു. എന്തായിരുന്നു? US എൻട്രി ഇൻ ടു വാർ. US അമേരിക്കയുടെ
യുദ്ധപ്രവേശനത്തിന് അത് കാരണമായിട്ടുണ്ട്. പേൾ ഹാർബർ ആക്രമിച്ചത് കാരണമാണ് അമേരിക്ക യുദ്ധത്തിലേക്ക്, രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് പ്രവേശിച്ചത്. നെക്സ്റ്റ് വരുന്നത് 50ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്പറേഷൻ ബർബോസ ഫെയിൽഡ് ബിക്കോസ്. ഓപ്പറേഷൻ ബാർബറോസ പരാജയപ്പെടുവാനുള്ള കാരണം എന്തായിരുന്നു? ജർമ്മൻസ് കുഡ് നോട്ട് ടോളറേറ്റ് ദ റഷ്യൻ വിന്റേഴ്സ്. ജർമ്മനിക്കാർക്ക് റഷ്യൻ ശൈത്യകാലം അവർക്ക് സഹിക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഓപ്പറേഷൻ ബാർബറോസ പരാജയപ്പെട്ടത്. ഇനി നെക്സ്റ്റ് വരുന്നത് 51ാമത് ക്വസ്റ്റ്യൻ. ദ ബാറ്റിൽ ഓഫ് സ്റ്റാലിൻഗ്രാഡ് മാർക്ക്ഡ് ദ. സ്റ്റാലിൻഗ്രാഡ് യുദ്ധം ഡാഷ് ടേണിംഗ് പോയിന്റ് ഓഫ് വാർ. അത് യുദ്ധത്തിന്റെ വഴിത്തിരിവായിരുന്നു. അതിന് നെക്സ്റ്റ് വരുന്നത് 52ാമത്തെ ക്വസ്റ്റ്യൻ. ദ വാർ ഇൻ ഏഷ്യ ആൻഡ് പസഫിക് എൻഡഡ് വിത്ത് ഡാഷ്. ഏഷ്യ പസഫിക് യുദ്ധം ഡാഷ് ദിവസം അവസാനിച്ചത്. എന്താണ് അവസാനിച്ചത്? ദ ഡ്രോപ്പിംഗ് ഓഫ് ദ ആറ്റം ബോംബ്സ് ഓൺ ഹിരോഷിമ ആൻഡ് നാഗസാക്കി. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബുകൾ വർഷിച്ചതോടുകൂടെയാണ് പസഫിക് യുദ്ധം അവസാനിച്ചത്. ഓക്കെ, അത്രയും ക്വസ്റ്റ്യൻസ് ആണ് 24ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് 25ാമത്തെ ചാപ്റ്റർ നോക്കാം. 25ാമത്തെ ചാപ്റ്റർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1ാമത്തെ ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? വിച്ച് ടു ഐഡിയോളജീസ് ക്ലാഷസ് ഇൻ ദ കോൾഡ് വാർ. ശീതയുദ്ധത്തിൽ ഏതൊക്കെ രണ്ട് പ്രത്യയശാസ്ത്രങ്ങളാണ് ഏറ്റുമുട്ടിയത്? ഒന്നാമത്തത് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ലിബറേഷൻ, രാഷ്ട്രീയപരമായിട്ടുള്ളതും സാമ്പത്തിക വിമോചനവും. അതുപോലെ ആൻഡ് മാർക്സിസവും ലെനിനിസവും. ഇവയൊക്കെ തമ്മിലാണ് ശീതയുദ്ധത്തിൽ ഏറ്റുമുട്ടിയത്. ശീതയുദ്ധം എന്ന് പറയുമ്പോൾ യുദ്ധം എന്നുള്ളത് പേരിലല്ല, നയങ്ങളുടെ തമ്മിലുള്ള അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ള യുദ്ധമാണ്, നയങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് ശീതയുദ്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കോൾഡ് വാർ. ഇനി നെക്സ്റ്റ് വരുന്നത് 2ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് വേർ ദ ന്യൂ സർവീസസ് സെറ്റപ്പ് ബൈ ദ USA ആൻഡ് USSR. USA-യും സോവിയറ്റ് യൂണിയനും ചേർന്ന് സ്ഥാപിച്ച വാർത്താ സേവനങ്ങൾ ഏതൊക്കെയായിരുന്നു? വോയിസ് ഓഫ് അമേരിക്ക, റേഡിയോ മോസ്കോ. ആൻസർ വരുന്നത് വോയിസ് ഓഫ് അമേരിക്കയും അതുപോലെ റേഡിയോ മോസ്കോയുമായിരുന്നു. നെക്സ്റ്റ് വരുന്നത് 3ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് കൺട്രീസ് ഫോംഡ് ദ പാർട്ട് ഓഫ് ദ ആക്സിസ് പവർ. അച്ചുതണ്ട് ശക്തിയുടെ ഭാഗമായ രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ഏതൊക്കെ? ആൻസർ ജർമ്മനി, ഇറ്റലി ആൻഡ് ജപ്പാൻ. ഇനി നെക്സ്റ്റ് വരുന്നത് 4ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് കൺട്രീസ് ഫോംഡ് ദ പാർട്ട് ഓഫ് അലയൻസ് പവേഴ്സ്. സഖ്യകക്ഷികളുടെ ശക്തിയുടെ ഭാഗമായ രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ആൻസർ യുണൈറ്റഡ് സ്റ്റേറ്റ്, യുണൈറ്റഡ് കിങ്ഡം, സോവിയറ്റ് യൂണിയൻ, ചൈന. ഈ 4 രാജ്യങ്ങളാണ് സഖ്യകക്ഷിയുടെ ശക്തിയുടെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളായിട്ട് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ, 5ാമത്തത്. വിച്ച് കൺട്രീസ് ഫ്യൂച്ചർ വാസ് ഡിസ്കസ്ഡ് അറ്റ് യാൾട്ട കോൺഫറൻസ്. യാൾട്ട സമ്മേളനങ്ങളിൽ ഏതൊക്കെ രാജ്യങ്ങളുടെ ഭാവിയാണ് ചർച്ച ചെയ്തത്? ഏത് രാജ്യമാണ്? പോളണ്ടിന്റെ. അതായത് പോളണ്ടിന് വേണ്ടിയിട്ട് റഷ്യയും മറ്റു രാജ്യങ്ങളൊക്കെ മുന്നിലുണ്ടായിരുന്നു. അവ പോളണ്ടിന് വേണ്ടിയാണ് ഈ ചർച്ച ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് വരുന്നത് 6th ക്വസ്റ്റ്യൻ, 6ാമത്തത്. വിച്ച് ലീഡർ കോയിൻ ദ ഫേമസ് ടേം അയൺ കർട്ടൻ. ഇരുമ്പ് കർട്ടൻ എന്ന പ്രത്യയശാസ്ത്രം ഉപയോഗിച്ച നേതാവ് ആരായിരുന്നു? ആൻസർ ചർച്ചിൽ. 7ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ എയിം ഓഫ് ദ ട്രൂമാൻ ഡോക്ട്രിൻ. ട്രൂമാൻ സിദ്ധാന്തത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അതിന്റെ
കണ്ടെയ്ൻമെന്റ് നിയന്ത്രണ സംവിധാനമാണ് പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡസ് നാറ്റോ സ്റ്റാൻഡ് ഫോർ? നാറ്റോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. NATO, നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഇനി നെക്സ്റ്റ് വരുന്നത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് സോവിയറ്റ് ലീഡർ ഇനിഷ്യേറ്റഡ് ദ പോളിസി ഓഫ് റിലാക്സേഷൻ ഓഫ് ടെൻഷൻ ഓൺ യൂറോപ്പ് ആൻഡ് സപ്രഷൻ ഓഫ് ആന്റി-സോവിയറ്റ് ലീഡേഴ്സ് ആൻഡ് ഐഡിയാസ് അറ്റ് ദ സെയിം ടൈം? യൂറോപ്പിലെ പിരിമുറുക്കം ലഘൂകരിക്കുകയും സോവിയറ്റ് യൂണിയൻ വിരുദ്ധ നേതാക്കളെയും ആശയങ്ങളെയും ഒരേ സമയം അടിച്ചമർത്തുകയും ചെയ്യുന്ന ഈ ഒരു നയത്തിന് തുടക്കമിട്ട സോവിയറ്റ് നേതാവ് ആരായിരുന്നു? ആൻസർ നികിത ക്രൂസ്ചേവ് ആയിരുന്നു. നെക്സ്റ്റ് വരുന്നത് പത്താമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഡു PRC സ്റ്റാൻഡ്? PRC എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന. PRC പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ വെൻ ഡിഡ് ബെർലിൻ വാൾ കൊളാപ്സ്? ബെർലിൻ മതിൽ എപ്പോഴാണ് തകർന്നത്? 1980-90 കാലഘട്ടത്തിലാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 12ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് വാസ് ദ ഡിറ്റൻഡ്? ഹൂ വാസ് ഇറ്റ് ഓതർ? ഇത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഡിറ്റൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്? ഡിറ്റൻഡ് വാസ് എ ടേൺ യൂസ്ഡ് ഫോർ റിലേഷൻ ഇൻ ഈസ്റ്റ് വെസ്റ്റ് കോൺഫ്ലിക്റ്റ്. അതായത് കിഴക്ക് പടിഞ്ഞാറൻ സംഘർഷത്തിന് ഒരു അയവ് വരുത്തുക എന്നതാണ് ഡിറ്റൻഡ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുക. യൂറോപ്പും രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒന്ന് കുറക്കുക, അതാണ് ഡിറ്റൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കൊണ്ടുവന്നത് ആരാണ്? പ്രസിഡന്റ് നിക്സൺ ഓഫ് അമേരിക്ക വാസ് ഇറ്റ് ഓതർ. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന നിക്സൺ ആണ് ഈ ഒരു സിദ്ധാന്തം കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് 13ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് വാസ് NPT? NPT എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ നോൺ പ്രൊഫിലറേഷൻ ട്രീറ്റ്, ആണവ നിർവ്യാപന ഉടമ്പടി. 14ാമത്തത് വാട്ട് വാസ് സോൾട്ട്? സോൾട്ട് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സ്ട്രാറ്റജിക് ആം ലിമിറ്റേഷൻ, തന്ത്രപരമായ ആയുധപരമായ പരിമിതി ഉടമ്പടിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ ഈ ഒരു ഉടമ്പടി പ്രകാരം കൂടുതൽ യുദ്ധസാമഗ്രികളൊന്നും കൈവശം വെക്കുവാൻ പാടുകയില്ല. ഇനി നെക്സ്റ്റ് വരുന്നത് 15ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് വാസ് ദ പോളിസി ഓസ്റ്റോപൊളിറ്റിക്സ്? ഓസ്റ്റോപൊളിറ്റിക്കിന്റെ നയം എന്തായിരുന്നു? പോളിസി ഓഫ് വെസ്റ്റ് ജർമ്മനി വിച്ച് മീൻ പോളിസി ഫോർ ദ ഈസ്റ്റ്. കിഴക്കനായുള്ള നയം എന്നാണ് ഓസ്റ്റോപൊളിറ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിഴക്കനായുള്ള നയം എന്നർത്ഥം വരുന്ന പശ്ചിമ ജർമ്മനിയുടെ നയം, കിഴക്കിനായുള്ള നയം എന്നർത്ഥം വരുന്ന പശ്ചിമ ജർമ്മനിയുടെ നയം എന്നാണ് ഓസ്റ്റ്പൊളിറ്റിക് നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 16ാമത്തത് വാട്ട് വാസ് SDI? SDI എന്നാൽ എന്താണ്? സ്ട്രാറ്റജിക്. ആൻസർ എന്താണ്? സ്ട്രാറ്റജിക് ഡിഫൻസ് ഇനിഷ്യേറ്റീവ്, തന്ത്രപരമായ പ്രതിരോധ സംരംഭം. ഇനി നെക്സ്റ്റ് വരുന്നത് 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വാസ് ഗ്ലാസ്നോസ് ആൻഡ് പെരസ്ട്രോയിക്ക. ഗ്ലാസ്നോസ്റ്റും അതുപോലെ പെരസ്ട്രോയിക്ക എന്ന് പറഞ്ഞാലും എന്താണ്? അത് ഓപ്പൺസ് ആൻഡ് റീസ്ട്രക്ചറിങ്, തുറന്ന മനസ്സ്, അതുപോലെ പുനഃസംഘടന. ഓപ്പൺസ് ആൻഡ് റീസ്ട്രക്ചറിങ് ആണ് ഗ്ലാസ്നോസ്റ്റ് അതുപോലെ പെരസ്ട്രോയിക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് സിംബിളൈസ് ദ എൻഡ് ഓഫ് ദ കോൾഡ് വാർ? ശീതയുദ്ധത്തിന്റെ അവസാനത്തെ
പ്രതീകപ്പെടുത്തിയ ചിഹ്നം ഏതായിരുന്നു? അതെന്താണ്? കൊളാപ്സ് ഓഫ് ദ ബെർലിൻ വാൾ, ബെർലിൻ മതിലിന്റെ തകർച്ചയാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 19ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ പ്രൈമറി ബൈപോളാർ കോൺഫ്രണ്ടേഷൻ ഡ്യൂറിങ് ദ കോൾഡ് വാർ വാസ് ബിറ്റ്വീൻ. ശീതയുദ്ധകാലത്തെ പ്രാഥമിക ദ്വിധ്രുവ ഏറ്റുമുട്ടൽ ഏതൊക്കെയായിരുന്നു? പ്രധാനമായിട്ടും രണ്ട് രാജ്യങ്ങൾ, അതിലൊന്ന് അമേരിക്കയായിരുന്നു, നെക്സ്റ്റ് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. ഈ രണ്ട് രാജ്യങ്ങൾ ഇത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ നേരത്തെ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഡാഷ് ക്വസ്റ്റ്യൻസ്, ഫിൽ ഇൻ ദ ക്വസ്റ്റ്യൻസ് കണ്ടില്ലേ? രണ്ട് കോൾഡ് യുദ്ധത്തിൽ പ്രധാനപ്പെട്ട രണ്ട് ചേരികൾ, വിഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് അമേരിക്ക, മറ്റൊന്ന് സോവിയറ്റ് യൂണിയൻ ആണ്. നെക്സ്റ്റ് വരുന്നത് 20ാമത്തെ ക്വസ്റ്റ്യൻ. ദ കോൾഡ് വാർ ഈസ് ആൾസോ അണ്ടർസ്റ്റുഡ് വാസ് ക്ലാഷ് ബിറ്റ്വീൻ വിച്ച് ടു മെയിൻ ഐഡിയോളജീസ് ആൻഡ് സിസ്റ്റം. ശീതയുദ്ധത്തെ രണ്ട് പ്രധാന പ്രത്യയശാസ്ത്രങ്ങളും സംവിധാനങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലായിട്ടാണ് മനസ്സിലാക്കുന്നത്. അത് ഏതൊക്കെയാണ്? ഒന്നാമത്തത് ലിബറൽ ഡെമോക്രസി, ഒരു ഭാഗത്ത് ലിബറൽ ഡെമോക്രസിയാണ്, മറ്റൊന്ന് കമ്മ്യൂണിസം. മറ്റൊന്ന് ഏതാണ്? കമ്മ്യൂണിസമാണ്. അതൊക്കെ 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് 21ാമത്തെ ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദ ടെക്സ്റ്റ് വിച്ച് കൺട്രി വാസ് ദ ഇൻഡിസ്പ്യൂട്ടബിൾ ലീഡർ ഇൻ മാനുഫാക്ചറിംഗ് ഷെയർ ഇൻ 1932? 1932 ഉൽപാദന വിഹിതത്തിൽ അനിഷേധ്യ നേതാവ് ഏത് രാജ്യമായിരുന്നു? ആൻസർ അമേരിക്കയായിരുന്നു. ഉൽപാദനം, ധാരാളമായിട്ട് ഉൽപ്പന്നങ്ങൾ മറ്റുള്ള രാജ്യങ്ങളെയൊക്കെ ലോക മഹായുദ്ധം വളരെ വലിയ രീതിയിൽ ബാധിച്ചപ്പോഴും അമേരിക്കക്ക് അത്രത്തോളം ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉൽപ്പന്നങ്ങൾക്കൊക്കെ ധാരാളമായിട്ട് ആശ്രയിച്ചിരുന്നത് അമേരിക്കയെ ആയിരുന്നു. നെക്സ്റ്റ് വരുന്നത് 23ാമത്തെ ക്വസ്റ്റ്യൻ. 23ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 23ാമത്തെ ക്വസ്റ്റ്യൻ. ദ സോവിയറ്റ് യൂണിയൻ സെറ്റപ്പ് ദ കമിൻഫോം ആൻഡ് റേഡിയോ മോസ്കോ. സോവിയറ്റ് യൂണിയൻ കോമിൻഫോമും അതുപോലെ റേഡിയോ മോസ്കോയും സ്ഥാപിച്ചത്, അത് എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് അവർ സ്ഥാപിച്ചത്? എന്തിനായിരുന്നു? സപ്പോർട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടീസ് ആൻഡ് സ്പ്രെഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പിന്തുണക്കുകയും അതിൻ്റെ സ്വാധീനം വ്യാപിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് കോമിൻഫോമും അതുപോലെ തന്നെ റേഡിയോ മോസ്കോയും സ്ഥാപിച്ചത്. നെക്സ്റ്റ് വരുന്നത് 24ാമത്തെ ക്വസ്റ്റ്യൻ. ദി ഐഡിയോളജി അഡോപ്റ്റഡ് ബൈ അമേരിക്കൻ ഡ്യൂറിങ് ദ കോൾഡ് വാർ കോൺഫ്ലിക്റ്റ് വാസ്. ശീതയുദ്ധ സംഘർഷത്തിൽ അമേരിക്ക സ്വീകരിച്ച പ്രത്യയശാസ്ത്രം എന്തായിരുന്നു? പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ലിബറലിസം. പൊളിറ്റിക്സ്, രാഷ്ട്രീയവും അതുപോലെ സാമ്പത്തിക ലിബറലിസവുമാണ് സ്വീകരിച്ചത്. നെക്സ്റ്റ് വരുന്നത് 25ാമത്തെ ക്വസ്റ്റ്യൻ. 25ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വൺ കംപ്ലീറ്റ് ദ USA's റൈസ് ടു ദ സ്റ്റാറ്റസ് ഓഫ് സൂപ്പർ പവർ ആഫ്റ്റർ വേൾഡ് വാർ സെക്കൻഡ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു സൂപ്പർ പവർ പദവിയിലേക്ക് USA ഉയർച്ച പൂർത്തിയാക്കിയത് എങ്ങനെയാണ്? ദ പൊസഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്. ആണവായുധങ്ങൾ കൈവശം വെച്ചത് കാരണമായിട്ടാണ് അവർക്കൊരു സൂപ്പർ പവർ ലഭിച്ചത്. അതിന് നെക്സ്റ്റ് വരുന്നത് 26ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വാട്ട് ഇയർ ഡിഡ് ദ സോവിയറ്റ് യൂണിയൻ ഡെവലപ്പ് ന്യൂക്ലിയർ വെപ്പൺസ് ദസ് എൻഡിങ് ദ അമേരിക്കൻ ന്യൂക്ലിയർ സൂപ്രമസി? ഏത് വർഷത്തിലാണ് സോവിയറ്റ് യൂണിയൻ ആണവായുധങ്ങൾ വികസിപ്പിച്ചത്? അതുവഴി അമേരിക്കൻ ആണവ മേധാവിത്വം അവസാനിപ്പിക്കുവാനും സാധിച്ചിട്ടുണ്ട്. വർഷം ഏതാണ്? 1949ലാണ്. നെക്സ്റ്റ് വരുന്നത് 27ാമത്തെ ക്വസ്റ്റ്യൻ. 27ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്?
27th question. Which two countries did the Soviet Union attempt to establish domination in or delay the withdrawal of troops from which fueled Western dislike? സോവിയറ്റ് യൂണിയൻ ആധിപത്യം സ്ഥാപിക്കുവാനോ സൈന്യത്തെ പിൻവലിക്കുന്നത് വേവിക്കുവാനോ ശ്രമിച്ച രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇത് പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിലെ ഒരു അനിഷ്ടത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ആ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് തുർക്കിയാണ്, രണ്ടാമത്തത് ഇറാനാണ്. തുർക്കി, ഇറാൻ. നെക്സ്റ്റ് വരുന്നത് 28th ക്വസ്റ്റ്യൻ. വിച്ച് ടേം ഇൻ യൂസ് ടു ഡിസ്ക്രൈബ് ദ ഇനിഷ്യേറ്റീവ് ഫേസ് ഓഫ് ദ കോൾഡ് വാർ ബിഫോർ ഇറ്റ് ബിഗാൻ ഇൻ ഏണസ്റ്റ്? ശീതയുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തെ ആത്മാർത്ഥമായി ആരംഭിക്കുന്നതിന് മുമ്പ് വിവരിക്കുവാൻ ഉപയോഗിക്കുന്ന പദം അത് ഏതാണ്? 1945-47 പ്രാരംഭ കാലഘട്ടത്തിലാണ്. അതിൻ്റെ ആൻസർ എന്താ വരുന്നത്? ദ ഓസിഫിക്കേഷൻ ഫേസ്. ഓസിഫിക്കേഷൻ ഫേസ് എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 29th ക്വസ്റ്റ്യൻ. The honest of the Cold War reflected the failure of different power to constantly respect the principle agreed on at which to one-time conference. രണ്ട് യുദ്ധകാല സമ്മേളനങ്ങളിൽ അംഗീകരിച്ച തത്വങ്ങളെ വ്യത്യസ്ത ശക്തികൾ സ്ഥിരമായി മാനിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെയാണ് ശീതയുദ്ധത്തിന്റെ ആരംഭം പ്രതിഫലിപ്പിക്കുന്നത്. ആ തത്വങ്ങൾ അത് ഏതാണ്? ഒന്നാമത്തത് യാൾട്ട. യാൾട്ട സമ്മേളനത്തെ കുറിച്ച് നമ്മൾ പറയാം. യാൾട്ട. അതുപോലെ തന്നെ പോട്സ്ഡാം. രണ്ടാമത്തെ കാര്യം എന്താണ്? പോട്സ്ഡാം. ഇനി നെക്സ്റ്റ് വരുന്നത് 29th ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞു. അതായത് അയൺ കർട്ടൻ, ഇരുമ്പുമറയുടെ കാര്യം പറഞ്ഞേ. ഇത് കൊണ്ടുവന്നത് ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു. യുദ്ധാന്തര സാഹചര്യത്തെ വിവരിക്കാൻ യൂറോപ്പിലൊരു ഇരുമ്പുമറ ഇറങ്ങിയെന്ന പ്രസ്താവന കൊണ്ടുവന്നത്, രൂപപ്പെടുത്തിയത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 31st ക്വസ്റ്റ്യൻ. 31st ക്വസ്റ്റ്യൻ എന്താണ്? All Balkan countries came under communist regiments and Soviet support except for which one? Which came under British control. എല്ലാ ബാൾക്കൻ രാജ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളുടെയും സോവിയറ്റ് പിന്തുണയുടെയും കീഴിലായി. ഒരു രാജ്യം ഒഴികെ. അത് ബ്രിട്ടീഷിന്റെ നിയന്ത്രണത്തിലാണ് ഉണ്ടായിരുന്നത്. ആ രാജ്യം ഏതാണ്? ആൻസർ ഗ്രീസ് ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 32nd ക്വസ്റ്റ്യൻ. ആഫ്റ്റർ അൺകണ്ടീഷണൽ സറണ്ടർ ജർമ്മനി വാസ് ഡിവൈഡഡ് ഇൻ ടു ഹൗ മെനി ഓക്കുപ്പേഷൻ സോൺസ്? നിരുപാധിക കീഴടങ്ങലിന് ശേഷം ജർമ്മനി എത്ര അധിനിവേശ മേഖലകളായി വിഭജിക്കപ്പെട്ടു? ആൻസർ 4. 4 മേഖലകളാക്കി വിഭജിച്ചു. ഇനി നെക്സ്റ്റ് വരുന്നത് 33th ക്വസ്റ്റ്യൻ. ബെർലിൻ, ദ ക്യാപിറ്റൽ ഓഫ് ജർമ്മനി, വാസ് ഫിസിക്കലി ലൊക്കേറ്റഡ് വിത്തിൻ ദ ഓക്യുപ്പേഷൻ സോൺസ് ഓഫ് വിച്ച് പവർ? ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിൻ ഭൗതികമായി ഏത് ശക്തിയുടെ അധിനിവേശ മേഖലയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ സോവിയറ്റ് യൂണിയൻ. നെക്സ്റ്റ് വരുന്നത് 34th ക്വസ്റ്റ്യൻ. വാട്ട് എമൗണ്ട് ഡിഡ് ദ സോവിയറ്റ് യൂണിയൻ ഡിമാൻഡ് ഫ്രം ജർമ്മനി ആസ് റെപ്പറേഷൻ ഫീസ് അറ്റ് ദ പോട്സ്ഡാം കോൺഫറൻസ്? പോട്സ്ഡാം സമ്മേളനത്തിൽ സോവിയറ്റ് യൂണിയൻ ജർമ്മനിയിൽ നിന്ന് നഷ്ടപരിഹാരമായി എത്ര തുകയാണ് ആവശ്യപ്പെട്ടത്? എത്രയാണ്? $20 ബില്യൺ ആവശ്യപ്പെട്ടത്. ഇനി നെക്സ്റ്റ് വരുന്നത് 35th ക്വസ്റ്റ്യൻ. ദ സോവിയറ്റ് യൂണിയൻ ഡിമാൻഡഡ് ദ ഇന്റർനാഷണലൈസേഷൻ ഓഫ് വിച്ച് സ്ട്രാറ്റജിക് വാട്ടർവേ ഇൻ തുർക്കി? തുർക്കിയിലെ ഏത് തന്ത്രപ്രധാനമായ ജലപാതയുടെ അന്താരാഷ്ട്രവൽക്കരണമാണ് സോവിയറ്റ് യൂണിയൻ ആവശ്യപ്പെട്ടത്? അതേതായിരുന്നു? ബോസ്പറസ്
സ്ട്രേറ്റ്, ബോസ്പ്രസ് കടലിടുക്കാണ് അവർ ആവശ്യപ്പെട്ടിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 36ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ സക്സീഡഡ് പ്രസിഡന്റ് ട്രൂമാൻ ഇൻ USA ഇൻ 1953? 1953 USA പ്രസിഡന്റ് ട്രൂമാന്റെ പിൻഗാമിയായിട്ട് ആരാണ് അധികാരമേറ്റത്? ഐസൻ ഹോവർ ആയിരുന്നു. ആൻസർ ഐസൻ ഹോവർ ആണ്. നെക്സ്റ്റ് വരുന്നത് 37ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ സക്സീഡ് ജോസഫ് സ്റ്റെയിൻ ആസ് ദ ലീഡർ ഓഫ് ദ സോവിയറ്റ് യൂണിയൻ ഇൻ 1953? 1953 സോവിയറ്റ് യൂണിയന്റെ നേതാവായി ജോസഫ് സ്റ്റാലിന്റെ പിൻഗാമിയായിട്ട് ആരാണ് അധികാരമേറ്റത്? ആരാണ്? നികിത ക്രൂഷ്ചേവാണ്. നെക്സ്റ്റ് 38ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ നെയിം ഓഫ് പോളിഷ് സിറ്റി വേർ ദ റിവോൾട്ട് ബ്രോക്ക് ഔട്ട് ഇൻ 1956? 1956 കലാപം പൊട്ടിപ്പുറപ്പെട്ട പോളണ്ട് നഗരത്തിന്റെ പേരെന്താണ്? പോസ്നാനാണ്. ആൻസർ എന്താണ്? പോസ്ന. നെക്സ്റ്റ് വരുന്നത് 39ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആക്ഷൻ ബൈ ഈജിപ്ത് ഇൻ 1956 ലീഡ് ടു എ ക്രൈസിസ് വിത്ത് ബ്രിട്ടൻ, ഫ്രാൻസ് ആൻഡ് ഇസ്രായേൽ? 1956 ഈജിപ്തിന്റെ എന്ത് നടപടിയാണ് ബ്രിട്ടൻ, ഫ്രാൻസ്, ഇസ്രായേൽ എന്നിവരുമായുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിച്ചത്? ആൻസർ എന്താണ്? നാഷണലൈസേഷൻ ഓഫ് സൂയസ് കനാൽ. സൂയസ് കനാലിന്റെ ദേശസൽക്കരണമാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിച്ചത്. നെക്സ്റ്റ് വരുന്നത് 40ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ കെയിം ടു പവർ ഇൻ ക്യൂബ ഇൻ 1959 ആൻഡ് ലേറ്റർ ബ്രോട്ട് ദ കൺട്രി ക്ലോസർ ടു ദ സോവിയറ്റ് യൂണിയൻ? 1959 ക്യൂബയിൽ അധികാരത്തിലെത്തിയതും പിന്നീട് രാജ്യത്തെ സോവിയറ്റ് യൂണിയനുമായും അടുപ്പിച്ചത് ആരാണ്? ആൻസർ ഫിഡൽ കാസ്ട്രോ ആണ്. ഫിഡൽ കാസ്ട്രോ. നെക്സ്റ്റ് വരുന്നത് 41ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫെയിൽഡ് ഇൻവേഷൻ ഓഫ് ക്യൂബ ബൈ ആന്റി കാസ്ട്രോ എക്സ്റ്റൈൽസ് സപ്പോർട്ടഡ് ബൈ ദ USA took place at the which location in 1961? USA പിന്തുണയോടെ കാസ്ട്രോ വിരുദ്ധ പ്രവാസികളുടെ ക്യൂബയിൽ പരാജയപ്പെട്ട അധിനിവേശം 1961 എവിടെയാണ് നടന്നത്? എവിടെയാണ്? ബേ ഓഫ് പിഗ്സ്. ആൻസർ എന്താണ്? ബേ ഓഫ് പിഗ്സ് ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 42ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ നെയിം ഓഫ് ഡിഫൻസീവ് വെപ്പൺ സിസ്റ്റം അപ്രൂവ്ഡ് ബൈ US പ്രസിഡന്റ് ഡൊണാൾഡ് റീഗൻ ഡ്യൂറിംഗ് ദ ന്യൂ കോൾഡ് വാർ, ആൾസോ നോൺ ആസ് സ്റ്റാർട്ട് വാർസ്? സ്റ്റാർട്ട് വാർസ് എന്ന് അറിയപ്പെടുന്ന പുതിയ ശീതയുദ്ധ കാലത്ത് US പ്രസിഡന്റായിരുന്ന റൊണാൾഡ് റീഗൻ അംഗീകരിച്ച പ്രതിരോധ ആയുധ സംവിധാനത്തിന്റെ പേരെന്താണ്? അതിന്റെ പേരെന്താണ്? SDI. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, സ്ട്രാറ്റജിക് ഡിഫൻസ് ഇനിഷ്യേറ്റീവ്. സ്ട്രാറ്റജിക് ഡിഫൻസ് ഇനിഷ്യേറ്റീവ് SDI. ഇത് കൊണ്ടുവന്നത് ആരാണ്? പ്രസിഡന്റ് ഡൊണാൾഡ് റീഗൻ ആണ്. നേരെ തിരിച്ചും ചോദിക്കാം. SDI സംവിധാനം കൊണ്ടുവന്നത് ആരാണ്? പ്രസിഡന്റ് ഡൊണാൾഡ് റീഗൻ ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 43ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ 1961 what did the Soviet occupiers of East Berlin build to prevent East Germans from fleeing to West Germany? 1961 കിഴക്കൻ ജർമ്മനി പശ്ചിമ ജർമ്മനിയിലേക്ക് പലായനം ചെയ്യുന്നത് തടയാൻ കിഴക്കൻ ബെർലിനിലെ സോവിയറ്റ് അധിനിവേശക്കാർ എന്താണ് നിർമ്മിച്ചത്? എന്തായിരുന്നു? ദ കോൺക്രീറ്റ് വാൾ. നമ്മൾ ബെർലിൻ വാൾ, ബെർലിൻ മതിൽ എന്ന് പറയില്ലേ, ബെർലിൻ മതിലാണ് അവർ നിർമ്മിച്ചത്. ഇനി നെക്സ്റ്റ് വരുന്നത് 44ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ വാസ് ദ ബെർലിൻ വാൾ ടോൺ ഡൗൺ മേക്കിംഗ് എ കീ സിംബോളിക് എൻഡ് ടു ദ കോൾഡ് വാർ? ശീതയുദ്ധത്തിന്റെ ഒരു പ്രധാന പ്രതീകാത്മക അന്ത്യം കുറിക്കുന്ന ബെർലിൻ മതിൽ എപ്പോഴാണ്
പൊളിച്ചു മാറ്റിയത്? ബെർലിൻ മതിൽ പൊളിച്ചു മാറ്റിയത് എപ്പോഴാണ്? 1989 അല്ലെങ്കിൽ 1989 90 കാലഘട്ടത്തിലാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 44 44ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ടേം വാസ് യൂസ്ഡ് ഡിസ്ക്രൈബ് ദി ന്യൂ ഫേസ് ഓഫ് റിലേഷൻ ഇൻ ഈസ്റ്റ് വെസ്റ്റ് കോൺഫ്ലിക്റ്റ്? കിഴക്ക് പടിഞ്ഞാറ് സംഘർഷത്തിലെ പുതിയ ഘട്ട ഇളവിനെ വിവരിക്കുവാൻ വേണ്ടി ഉപയോഗിച്ച പദം എന്തായിരുന്നു? അതായത് കിഴക്ക് പടിഞ്ഞാറും തമ്മിലുള്ള സംഘർഷം കുറക്കുവാൻ വേണ്ടി ഉപയോഗിച്ച പദം അതെന്താണ്? ഡിറ്റൻഡ് ആയിരുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് 45 45ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വാസ് ദ വെസ്റ്റ് ജർമ്മൻ പോളിസി ഇനിഷ്യേറ്റഡ് ഇൻ 1969 ടു റിന്യൂ നോർമൽ റിലേഷൻ വിത്ത് ഈസ്റ്റ് യൂറോപ്യൻ കൺട്രീസ്? കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള സാധാരണ ബന്ധം പുതുക്കുന്നതിന് 1969 ആരംഭിച്ച പശ്ചിമ ജർമ്മൻ നയം എന്തായിരുന്നു? ആൻസർ ഓസ്റ്റ് പൊളിറ്റിക് അതായത് പോളിസി ഫോർ ദ ഈസ്റ്റ്, കിഴക്കിനായുള്ള നയം. നെക്സ്റ്റ് വരുന്നത് 46. വാട്ട് ആം കൺട്രോൾ ട്രീറ്റി ഡിഡ് ദ USA നിക്സൺ ആൻഡ് ദ സോവിയറ്റ് യൂണിയൻ ബ്രസ്നേവ് സൈൻ ഇൻ 1972? 1972 USA-യും അതായത് നിക്സണും പിന്നെ സോവിയറ്റ് യൂണിയനും അതായത് ബ്രസ്നേവും ഏത് ആയുധ നിയന്ത്രണ ഉടമ്പടിയിലാണ് ഒപ്പുവെച്ചത്? അത് സാൾട്ടിലാണ്. സ്ട്രാറ്റജിക് ആം ലിമിറ്റേഷൻ ട്രീറ്റി. നമ്മൾ സാൾട്ട് നേരത്തെ പറഞ്ഞല്ല. ഇനി നെക്സ്റ്റ് വരുന്നത് 47 47ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വർ ദ ടു കീ പോളിസീസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മിഖായിൽ ഗോർബോവിച്ച് ടു ട്രാൻസ്ഫോം ആൻഡ് റിവിറ്റലൈസ് ദ സോവിയറ്റ് യൂണിയൻ? സോവിയറ്റ് യൂണിയനെ പരിവർത്തനം ചെയ്യുന്നതിനും പുനരുജ്ജീവിപ്പിക്കുന്നതിനും വേണ്ടി മിഖായിൽ ഗോർബച്ചേവ് അവതരിപ്പിച്ച 2 പ്രധാന നയങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തത് ഗ്ലാസ് നോസ്റ്റ്, ഓപ്പൺസ്, നമ്മൾ തുറന്ന മനസ്സെന്നൊക്കെ പറഞ്ഞില്ലേ. ഒന്നാമത്തത് ഗ്ലാസ് നോസ്റ്റ്, രണ്ടാമത്തത് പെരസ്ട്രോയിക്ക, റീസ്ട്രക്ചറിങ്, പുനർസംഘടന. ഓക്കെ, അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് 25ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 28ാമത്തെ ചാപ്റ്റർ ആണ് നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ 2 എക്സാമ്പിൾ ഓഫ് റവല്യൂഷണറി ചേഞ്ചസ് ഇൻ ദ 20th century? 20ാം നൂറ്റാണ്ടിലെ വിപ്ലവകരമായ മാറ്റങ്ങളുടെ 2 ഉദാഹരണങ്ങൾ എഴുതുക. ഒന്നാമത്തത് ദ ബർത്ത് ഓഫ് സോവിയറ്റ് യൂണിയൻ ഇൻ 1917. 1917 സോവിയറ്റ് യൂണിയന്റെ ജനനം. രണ്ടാമത്തത് ദ ഇൻഡിപെൻഡൻസ് ഓഫ് കൊളോണിയലൈസ്ഡ് നേഷൻസ്, കോളനിവൽക്കരിക്കപ്പെട്ട രാഷ്ട്രങ്ങളുടെ സ്വാതന്ത്ര്യം. നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ എക്സാമ്പിൾ ഓഫ് സ്ലോ ബട്ട് മേജർ കൾച്ചറൽ ഇൻ ഓഫ് ദ 20th century? 20ാം നൂറ്റാണ്ടിലെ മന്ദഗതിയിലുള്ളതും എന്നാൽ പ്രധാനവുമായ സാംസ്കാരിക മാറ്റങ്ങളുടെ ഉദാഹരണങ്ങൾ എന്തെല്ലാമാണ്? അതിൻ്റെ ആൻസർ എന്താണ്? ദ സ്പ്രെഡ് ഓഫ് ലിറ്ററസി ആൻഡ് ഐഡിയാസ് ത്രൂ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് മാസ് മീഡിയ, ദ ഇൻക്രീസ് ഇൻ ഗ്ലോബലൈസേഷൻ ഓഫ് എൻ്റർടൈൻമെൻറ്റ്, ന്യൂസ് ആൻഡ് നോളജ് പ്രൊഡക്ഷൻ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും സാക്ഷരതയുടെയും ആശയങ്ങളുടെയും വ്യാപനം, അതുപോലെ വിനോദം, വാർത്തകൾ, വിജ്ഞാന ഉൽപാദനം എന്നിവയുടെ വർദ്ധിച്ചു വരുന്ന ആഗോളവൽക്കരണം. ഇത് മന്ദഗതിയിലാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട സാംസ്കാരിക മാറ്റങ്ങളാണ് ഇവ സമൂഹത്തിൽ കൊണ്ടുവന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ 2 ways സോഷ്യൽ സയൻറ്റിസ്റ്റ് യൂസ് ദ ടേം കൾച്ചറൽ? സാമൂഹിക ശാസ്ത്രജ്ഞർ സംസ്കാരം എന്ന പദം ഉപയോഗിക്കുന്നത് 2 രീതിയിലാണ്. ഏതൊക്കെയാണ്?
അതിലൊന്നാമത്തത് ടു റെഫർ ടു ക്രിയേറ്റീവ് വർക്ക്, സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളെ പരാമർശിക്കുവാൻ വേണ്ടിയിട്ട്. ഏതുപോലെ ആർട്ട്, ലിറ്ററേച്ചർ, ഫിലോസഫി, കല, സാഹിത്യം, തത്വചിന്ത എന്നിവയൊക്കെ പരാമർശിക്കുവാൻ വേണ്ടി പറയുവാനും വേണ്ടി ഉപയോഗിക്കും. അതുപോലെ ടു ഡിനോട്ട് കോമൺ വാല്യൂസ്, ബിലീവ്സ് ആൻഡ് ബിഹേവിയർ പാറ്റേൺസ് ഓഫ് എ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയുടെ, ഒരു സമൂഹത്തിൻ്റെ പൊതുവായ മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ, പെരുമാറ്റ രീതികൾ എന്നിവയെ സൂചിപ്പിക്കുവാനും വേണ്ടിയിട്ടും കൾച്ചറൽ, സംസ്കാരം എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ്? നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ഈസ് ദ ടേം കൾച്ചറൽ കൺസിഡറേഷൻ ഡിഫിക്കൽട്ട് ഇൻ സോഷ്യൽ സയൻസസ്? സാമൂഹിക ശാസ്ത്രങ്ങളിൽ സംസ്കാരം എന്ന പദം ബുദ്ധിമുട്ടുള്ളതായി കണക്കാക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനുള്ള കാരണം ബിക്കോസ് ഇറ്റ്സ് യൂസേജ് വേരിയസ് അക്രോസ് തിങ്കേഴ്സ് ആൻഡ് ഇറ്റ് റെഫേഴ്സ് ടു ഫിനോമിന ദേ ആർ ദ നെയ്തർ കോൺക്രീറ്റ് നോർ മെഷറബിൾ. ഇത് ചിന്തകരിൽ നിന്ന് വ്യത്യസ്തമായ അതിൻ്റെ ഉപയോഗം വ്യത്യാസപ്പെടുന്നതിനാൽ അത് വളരെ മൂർത്തമായതോ അല്ലെങ്കിൽ അളക്കുവാൻ കഴിയാത്തതോ ആയിട്ടുള്ള പ്രതിഭാസമായിട്ടാണ് ഇതിനെ, ഈ സംസ്കാരം എന്നുള്ള പദത്തിനെ പലപ്പോഴും സൂചിപ്പിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ കീ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു നോഷൻസ് ഓഫ് കൾച്ചറൽ യൂസ്ഡ് ബൈ സോഷ്യൽ സയൻറ്റിസ്റ്റ്? സാമൂഹിക ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന സംസ്കാരത്തെക്കുറിച്ചുള്ള രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്താണ്? അതിൻ്റെ ആൻസർ നോക്കൂ. വൺ നോഷൻസ് ഈസ് ഓഫൻ എക്സ്ക്ലൂസീവ് ടു ഹൈലി ടാലൻറ്റഡ് മൈൻഡ്സ്, ക്രിയേറ്റീവ് വർക്ക്. അതുപോലെ വൈൽ ദ അതർ പേർഷ്യൻ ടു സോഷ്യൽ ഗ്രൂപ്പ്സ് ആസ് ഹോൾ, കോമൺ വാല്യൂസ്. അത് ഇവിടെ ഒരു ആശയം പലപ്പോഴും ഉയർന്ന കഴിവുള്ള മനസ്സുകൾക്ക് മാത്രമുള്ളതാണ്. ഉയർന്ന കഴിവുള്ള മനസ്സുകൾക്ക്, ആളുകൾക്ക്, മനസ്സുകൾക്ക് ഉള്ള മാത്രമുള്ളതാണ്. അതിന് നമ്മൾ എന്ത് പറയാം? ഒരു സൃഷ്ടിപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയാം. മെൻ്റലി കഴിവുള്ള സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾക്ക് പറയാൻ പറ്റും. അതുപോലെ രണ്ടാമത്തത് വരുന്നത് സാമൂഹിക ഗ്രൂപ്പുകളെയാണ്, സോഷ്യൽ ഗ്രൂപ്പ്സിനെ, സാമൂഹിക ഗ്രൂപ്പുകളെ മൊത്തത്തിൽ സംബന്ധിക്കുന്നതാണ്. അതിനെ നമുക്ക് എന്ത് പറയാം? പൊതുമൂല്യങ്ങൾ, കോമൺ വാല്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് രണ്ടാമത്തത് പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങളിൽ വരുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൂ കൺട്രോൾസ് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് എഡ്യൂക്കേഷൻ ആൻഡ് മാസ് മീഡിയ ഇൻ മോസ്റ്റ് സൊസൈറ്റീസ്? മിക്ക സമൂഹങ്ങളിലും വിദ്യാഭ്യാസം, ബഹുജന മാധ്യമങ്ങൾ തുടങ്ങിയ സാംസ്കാരിക സ്ഥാപനങ്ങളെ ആരാണ് നിയന്ത്രിക്കുന്നത്? അതിൻ്റെ ആൻസർ ദ ഡൊമിനന്റ് എലൈറ്റ്സ് ഹൂ കൺട്രോൾ പ്രോപ്പർട്ടി ആൻഡ് സെൻട്രൽസ് ഓഫ് പവർ. സ്വത്തും അധികാര കേന്ദ്രങ്ങളും നിയന്ത്രിക്കുന്ന പ്രബലരായ വരേണ്യ വർഗക്കാരാണ് വിദ്യാഭ്യാസത്തിനെയും അതുപോലെ ബഹുജന മാധ്യമങ്ങളെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് അവരാണ്. ഇനി നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ could the Brahmanical influence affect the caste system in ancient India? ബ്രാഹ്മണ സ്വാധീനം പുരാതന ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ എങ്ങനെയാണ് ബാധിച്ചത്? ആൻസർ ഇറ്റ് enabled the upper castes to monopolize the fruits of labor performed by the ശൂദ്രാസ്. അതായത് ശൂദ്രർ നടത്തിയ അധ്വാനത്തിൻ്റെ ഫലങ്ങൾ കുത്തകയാക്കുവാൻ ഇത് ഉയർന്ന ജാതിക്കാരെ പ്രാപ്തരാക്കി.
അതായത് ബ്രാഹ്മണ സ്വാധീനം, അവരാണല്ലോ ഉന്നത ജാതിക്കാര്. ശൂദ്രർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ അവർ വേല ചെയ്തുണ്ടാക്കിയ അവരുടെ അധ്വാനത്തിന്റെ ഫലങ്ങൾ അത് കുത്തകയാക്കുവാൻ വേണ്ടിയിട്ടാണ് ഉന്നത ജാതിക്കാരായ ബ്രാഹ്മണർ ഉപയോഗിച്ചിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 8ാമത്തെ ക്വസ്റ്റ്യൻ. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ പ്രിൻസിപ്പൽ ഇൻഗ്രീഡിയന്റ് ഓഫ് എനി കൾച്ചറൽ? ഏതൊരു സംസ്കാരത്തിന്റെയും പ്രധാന ഘടകങ്ങളിൽ ഒന്ന് എന്താണ്? ഇറ്റ്സ് ലാംഗ്വേജ്. അതിന്റെ ഭാഷയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 9ാമത്തത്. ഹൗ മെനി ലാംഗ്വേജസ് ആർ എസ്റ്റിമേറ്റഡ് ടു ബി സ്പോക്കൺ ഇൻ ദ വേൾഡ് ടുഡേ? ഇന്ന് ലോകത്ത് എത്ര ഭാഷകൾ സംസാരിക്കപ്പെടുന്നു എന്ന് കണക്കാക്കിയിട്ടുണ്ട്? ഏകദേശം 6500. ആൻസർ എത്രയാണ്? ഏകദേശം 6500 ഭാഷകൾ സംസാരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 10th 10ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ബൈലിംഗ്വിസം? ദ്വിഭാഷാവാദം എന്നാൽ എന്താണ്? ഫെമിലാരിറ്റി വിച്ച് അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജസ് amongst എ ഗ്രോവിംഗ് നമ്പർ ഓഫ് എഡ്യൂക്കേഷണൽ പീപ്പിൾ. അതിന് ആൻസർ വരുന്നത് വിദ്യാസമ്പന്നരായ വർദ്ധിച്ചു വരുന്ന ആളുകളുടെ ഇടയിൽ കുറഞ്ഞത് 2 ഭാഷകളെങ്കിലും അവർക്ക് അറിവുണ്ടായിരിക്കും. അതിനെയാണ് ദ്വിഭാഷാവാദം. മിനിമം 2 ഭാഷ. അപ്പൊ നമ്മളെ മലയാളികളെ സംബന്ധിച്ച് നമ്മുടെ മാതൃഭാഷ മലയാളമാണ് അല്ലെ? പ്രാദേശിക ഭാഷ മലയാളം. പിന്നെ അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ ഭാഷയായിട്ട് ഹിന്ദി ഉണ്ട്. പിന്നെ ആഗോള ഭാഷയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷാണ്. അപ്പൊ മിനിമം ഏതൊരു രാജ്യത്തിനും 2 ഭാഷകൾ ഉണ്ടായിരിക്കും. ഒന്ന് അവരുടെ പ്രാദേശിക ഭാഷ ഉണ്ടായിരിക്കും, പിന്നെ ആഗോള ഭാഷയായിട്ടുള്ള ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദിയും 3ാമതൊരു ഭാഷയായിട്ട് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ലാംഗ്വേജ് ഹാസ് പർട്ടിക്കുലർലി എമേർജ്ഡ് ആസ് ദ സെക്കൻഡ് അഡോപ്റ്റഡ് ലാംഗ്വേജ് ഗ്ലോബലി? ആഗോളതലത്തിൽ 2ാമത്തെ സ്വീകാര്യ ഭാഷയായി ഉയർന്നു വന്ന ഭാഷ ഏതാണ്? ആൻസർ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ഭാഷയാണ്. നെക്സ്റ്റ് വരുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ് റിമെയിൻസ് ദ ബിഗ്ഗസ്റ്റ് ഇൻ വേൾഡ്? ലോകത്തിലെ ഏറ്റവും വലിയ ഭാഷാ വിഭാഗം ഏതാണ്? ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്നത് ആരാണ്? ചൈനീസ്, ചൈനക്കാരാണ്. നെക്സ്റ്റ് വരുന്നത് 13ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് എന്നാൽ എന്താണ്? ദ സ്പോക്കൺ മിക്സർ ഓഫ് ഹിന്ദി, ഉറുദു, ഇംഗ്ലീഷ് എമംഗ്സ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ്. വിദ്യാസമ്പന്നരായ ഇന്ത്യക്കാർക്കിടയിൽ ഹിന്ദി, ഉറുദു, ഇംഗ്ലീഷ് ഈ 3 ഭാഷയും മിശ്രിതം, ഈ 3 കൂട്ടിക്കലർത്തി സംസാരിക്കുന്നതിനെയാണ് ഇംഗ്ലീഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് റീപ്ലേസ്ഡ് ഏജ് ഓൾഡ് സോങ്, ടെയിൽസ് ആൻഡ് ഫേബിൾസ്? പഴക്കമുള്ള പാട്ടുകൾ, കഥകൾ, കെട്ടുകഥകൾ എന്നിവക്ക് പകരമായിട്ട് എന്താണ് വന്നിട്ടുള്ളത്? ആൻസർ പ്രൊഫഷണലി പ്രൊഡ്യൂസ്ഡ് എന്റർടൈൻമെന്റ് ആൻഡ് ന്യൂസ് പ്രോഗ്രാംസ് ബ്രോഡ്കാസ്റ്റ് ത്രൂ ദ മോഡേൺ മാസ് മീഡിയ. ആധുനിക മാധ്യമങ്ങളിലൂടെ സംപ്രേഷണം ചെയ്യുന്ന പ്രൊഫഷണലായിട്ട് നിർമ്മിച്ച വിനോദ വാർത്താ പരിപാടികളാണ് പുതുതായി വന്നത്. അതിന് നെക്സ്റ്റ് വരുന്നത് 15ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം സം ന്യൂ മീഡിയ ദാറ്റ് അറൈവ്ഡ് ഇൻ ക്വിക്ക് സക്സഷൻ ഇൻ 20th century. 20ാം നൂറ്റാണ്ടിൽ അതിവേഗം കടന്നു വന്ന ചില നവമാധ്യമങ്ങളുടെ പേരുകൾ. റേഡിയോ, സിനിമ, ടെലിവിഷൻ, കാസറ്റ്, CDs, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് മൊബൈൽ ഫോൺസ്. ഏതൊക്കെയാണ്? റേഡിയോ, സിനിമ, ടെലിവിഷൻ, കാസറ്റുകൾ, പിന്നെ CD, DVD-കൾ, VCR എന്നൊക്കെ പറയില്ലേ, പിന്നെ കമ്പ്യൂട്ടർ, മൊബൈൽ ഫോണുകൾ. ഇവയൊക്കെയാണ് 20ാം നൂറ്റാണ്ടിൽ പെട്ടെന്ന് തന്നെ കടന്നു വന്ന മാധ്യമങ്ങൾ. ഇനി നെക്സ്റ്റ് വരുന്നത് 16ാമത്തെ ക്വസ്റ്റ്യൻ. ബിസൈഡ്സ് ട്രഡീഷണൽ ആർട്ട് ഫോംസ് ആൻഡ് ഫോൾക്ലോർ വിച്ച് അതർ മേജർ കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റോൾ ഹാസ് ഗോട്ട് ഡീലിമിറ്റഡ് ഓവർ ദ പാസ്റ്റ് സെഞ്ചുറി?
പരമ്പരാഗത കലാരൂപങ്ങൾക്കും നാടോടി കഥകൾക്കും പുറമെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ മറ്റു ഏത് പ്രധാന സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ പങ്കാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്? അതേത് വരുന്നത്? റിലീജിയൻ ആൻഡ് മതം ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് 17ാമത്തെ ക്വസ്റ്റ്യൻ. ദ പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ഇൻ 1981 സർവേ ഇൻ ദ USA ഡിസ്ക്രൈബ്ഡ് ദംസെൽവ്സ് ആസ് ആതെസ്റ്റ്. 1981 അമേരിക്കയിൽ നടന്നൊരു സർവേയിൽ എത്ര ശതമാനം ആളുകളാണ് തങ്ങളെ നിരീശ്വരവാദികൾ എന്ന് വിശേഷിപ്പിച്ചത്? ആൻസർ അബൌട്ട് 10%. ഓൺലി 10%. ഏകദേശം 10% മാത്രം ആളുകളാണ് നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് 18ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ സ്റ്റേറ്റ് ഓഫ് ലിറ്ററസി ഇൻ ഇന്ത്യ ആസ് ലേറ്റ് ആസ് 1980? 1980 വരെ ഇന്ത്യയിൽ സാക്ഷരതയുടെ അവസ്ഥ എന്തായിരുന്നു? മോർ ദാൻ ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ റിമെയിൻ നോട്ട് ലിറ്ററേറ്റ്. ജനസംഖ്യയുടെ പകുതിയിലധികം ആളുകൾക്കും സാക്ഷരത ഇല്ലായിരുന്നു. അവർ സാക്ഷരരല്ലായിരുന്നു. നെക്സ്റ്റ് വരുന്നത് 19ാമത്തെ ക്വസ്റ്റ്യൻ. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ആർ ദ 2 എക്സാമ്പിൾ ഓഫ് പൊളിറ്റിക്കൽ ഓർ വെൽഫെയർ ഏജൻസീസ് മെൻഷൻ ആസ് പാർട്ട് ഓഫ് ഗ്ലോബലൈസേഷൻ? ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി പരാമർശിക്കപ്പെടുന്ന രാഷ്ട്രീയ അല്ലെങ്കിൽ ക്ഷേമ ഏജൻസികളുടെ 2 ഉദാഹരണങ്ങൾ പറയുക. ആൻസർ ഒന്നാമത്തത് യുണൈറ്റഡ് നാഷൻസ് ഐക്യരാഷ്ട്രസഭ. രണ്ടാമത്തത് വേൾഡ് സോഷ്യൽ ഫോറം. നെക്സ്റ്റ് വരുന്നത് 20ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വാട്ട് ഡയറക്ഷൻ ഈസ് ഗ്ലോബലൈസേഷൻ മോൾഡിംഗ് ദ എൻറ്റയർ വേൾഡ്? ആഗോളവൽക്കരണം ലോകത്തെ മുഴുവൻ ഏത് ദിശയിലാണ് വാർത്തെടുക്കുന്നത്? ആൻസർ ഇറ്റ് ഈസ് മൗൾഡിംഗ് ദ എൻറ്റയർ വേൾഡ് ഇൻ വെസ്റ്റേൺ ഹാബിറ്റ്സ് ആൻഡ് വാല്യൂസ് ജനറലി. അത് ലോകത്തെ മുഴുവൻ പാശ്ചാത്യ ശീലങ്ങളും മൂല്യങ്ങളിലും വാർത്തെടുക്കുകയാണ്. നെക്സ്റ്റ് വരുന്നത് 21ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ മോസ്റ്റ് റീമാർക്കബിൾ അച്ചീവ്മെന്റ് ഓഫ് ദ 20th സെഞ്ചുറി? 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടം എന്തായിരുന്നു? ദ ഫിനോമിനൽ ഗ്രോത്ത് ഓഫ് സയൻസ് ആൻഡ് ദ ടെക്നോളജി വാസ് ദ മോസ്റ്റ് റീമാർക്കബിൾ അച്ചീവ്മെന്റ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അഭൂതപൂർവമായ വളർച്ചയാണ് ഏറ്റവും ശ്രദ്ധേയമായത്. 2 മേഖലകൾ, ശാസ്ത്രീയപരമായിട്ടും നല്ല വളർച്ച ഉണ്ടായിട്ടുണ്ട്, സാങ്കേതിക വിദ്യാ മേഖലയിലും നല്ല വളർച്ച ഉണ്ടായിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് സയന്റിഫിക് റീം അണ്ടർലേ ദ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ? സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾക്ക് അടിവരയിടുന്ന ശാസ്ത്ര മേഖല ഏതാണ്? ആൻസർ ഇൻട്രിക്കേറ്റ് ഡെവലപ്മെന്റ് ഇൻ സബ് ആറ്റോമിക് ഫിസിക്സ്, ജനറ്റിക് ആൻഡ് ന്യൂക്ലിയർ ബയോളജി ആൻഡ് സ്പേസ് റിസർച്ച് അണ്ടർലേ ദ ഇന്നോവേഷൻസ്. അതായത് ഏതൊക്കെ കണ്ടുപിടുത്തങ്ങളാണ് പ്രധാനമായിട്ട് ശാസ്ത്ര മേഖലകൾ വരുന്നത്? ഒന്നാമത്തത് ആറ്റോമിക് ഭൗതിക ശാസ്ത്രം, പിന്നെ അതുപോലെ തന്നെ ജനറ്റിക് ജനിതക ശാസ്ത്രം, പിന്നെ തന്മാത്ര ജീവശാസ്ത്രം, പിന്നെ സ്പേസ് മോളിക്കുലാർ ബയോളജി എന്ന് പറയല്ലേ, പിന്നെ സ്പേസ് ബഹിരാകാശ ഗവേഷണം എന്നിവയിലെ സങ്കീർണമായ വികാസങ്ങളാണ് നവീകരണങ്ങൾക്ക് അടിവരയിടുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 23ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം 3 ഫേമസ് സയന്റിസ്റ്റ് മെൻഷൻ ഹു മേഡ് മേജർ ഡിസ്കവറീസ്. പ്രധാന കണ്ടുപിടുത്തങ്ങൾ നടത്തിയ 3 പ്രശസ്ത ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ പറയുക. ഒന്നാമത്തത് മേരി ക്യൂറി, അതുപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ, ഫൈമാൻ, പിന്നെ ഹോമി ജെ ബാബ. 4 ആളുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് 24ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം 3 മേജർ ആർട്ട് മൂവ്മെന്റ് ദാറ്റ് ഷേപ്ഡ് ന്യൂ ക്രിയേറ്റീവ് വർക്ക് ഡ്യൂറിങ് ദ പീരീഡ്. ഈ കാലയളവിൽ പുതിയ സൃഷ്ടിപരമായ സൃഷ്ടികളെ രൂപപ്പെടുത്തിയ 3 പ്രധാന കലാപ്രസ്ഥാനങ്ങളുടെ പേര് നൽകുക.
ഒന്നാമത്തത് മോഡേണിസം, സോഷ്യലിസ്റ്റ് റിയലിസം ആൻഡ് പോസ്റ്റ് മോഡേണിസം വേർ മേജർ ആർട്ട് മൂവ്മെന്റ്. എൻ്റെ ആൻസർ വരുന്നത് ആധുനികത, സോഷ്യലിസ്റ്റ് റിയലിസം, ഉത്തരാധുനികത എന്നിവ പ്രധാന കലാപ്രസ്ഥാനങ്ങളായിരുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് 25 25ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് സ്പാനിഷ് പെയിന്റർ ഇൻട്രൊഡ്യൂസ്ഡ് ക്യൂബിസം? ഏത് സ്പാനിഷ് ചരിത്രകാരനാണ് ക്യൂബിസം അവതരിപ്പിച്ചത്? ദ സ്പാനിഷ് പെയിന്റർ പാബ്ലോ പിക്കാസോ ഇൻട്രൊഡ്യൂസ്ഡ് ക്യൂബിസം. സ്പാനിഷ് ചിത്രകാരനായിരുന്ന പാബ്ലോ പിക്കാസോയാണ് ക്യൂബിസം അവതരിപ്പിച്ചത്. നെക്സ്റ്റ് വരുന്നത് 26ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഐറിഷ് റൈറ്റർ ഇൻട്രൊഡ്യൂസ്ഡ് ദ ടെക്നിക് ഓഫ് ദ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്? ബോധപ്രവാഹം എന്ന സാങ്കേതികത അവതരിപ്പിച്ചത് ഏത് ഐറിഷ് എഴുത്തുകാരനാണ്? ആരാണ്? ജെയിംസ് ജോയ്സ് ആണ്. ആരാണ്? ജെയിംസ് ജോയ്സ്. ആൻസർ ജെയിംസ് ജോയ്സ്. ബോധപ്രവാഹം ജെയിംസ് ജോയ്സ്. ഇനി നെക്സ്റ്റ് വരുന്നത് 27ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നെയിം 3 പ്ലേ റിങ്സ് ഓർ നോവലിസ്റ്റ് കൗണ്ടഡ് ആസ് ലീഡിംഗ് ലൈറ്റ് ഓഫ് സോഷ്യലിസ്റ്റ് റിയലിസം. സോഷ്യലിസ്റ്റ് റിയലിസത്തിന്റെ മുൻനിര വെളിച്ചങ്ങളായി കണക്കാക്കപ്പെടുന്ന 3 നാടക കഥാകൃത്തുക്കളുടെയോ അല്ലെങ്കിൽ നോവലിസ്റ്റുകളുടെയോ പേര് നൽകുക. ആൻസർ വരുന്നത് ബോർട്ടോൾഡ് റിങ്സ്. പ്ലേ റിങ്സ് ഒന്നാമത്തത് ആര് വരുന്നത്? ബോർട്ടോൾഡ് ബ്രൈറ്റ്. ബർട്ടോൾഡ് ബ്രൈറ്റ്. പിന്നെ രണ്ടാമത്തത് ജോർജ് ബെർണാഡ് ഷാ. പിന്നെ മറ്റൊരു നോവലിസ്റ്റ് ആരാണ്? മാക്സിം ഗോർക്കി. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വെൻ വാസ് ദ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ ഫോംഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ എപ്പോഴാണ് രൂപീകരിച്ചത്? ആൻസർ 1940ലാണ്. 1940. നെക്സ്റ്റ് വരുന്നത് 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹു വാസ് ദ ജീനിയസ് ഇൻ ചൈന ദാറ്റ് പെൻഡ് ഗ്രേറ്റ് റിയലിസ്റ്റ് റൈറ്റിംഗ് വിത്ത് സോഷ്യലിസ്റ്റ് ലേണിംഗ്സ്? സോഷ്യലിസ്റ്റ് ചായ്വുകളുള്ള മികച്ച റിയലിസ്റ്റിക് രചനകൾ എഴുതിയ ചൈനയിലെ പ്രതിഭ ആരായിരുന്നു? ആൻസർ ലൂ ഹുസുൻ. ആൻസർ എന്ത് വരുന്നത്? ലൂ ഹുസുൻ. ഇനി നെക്സ്റ്റ് വരുന്നത് 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ലാറ്റിൻ അമേരിക്കൻ പോയറ്റ് വാസ് ഇൻസ്പയർഡ് ബൈ ദ ആന്റി US റെസിസ്റ്റൻസ്? US വിരുദ്ധ പ്രതിരോധത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ലാറ്റിൻ അമേരിക്ക കവി ആരായിരുന്നു? ആരാണ്? ആൻസർ പബ്ലോ നെരൂദ. പാബ്ലോ നെരൂദയാണ് ആ കവി. വിരുദ്ധ US കവിത US വിരുദ്ധ പ്രയോഗത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 31ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം വൺ ക്രിയേറ്റീവ് ജീനിയസ് മെൻഷൻ ഫ്രം 100 years ago. 100 വർഷം മുമ്പ് പരാമർശിക്കപ്പെട്ട ഒരു സൃഷ്ടിപരമായ പ്രതിഭയുടെ പേര്? രവീന്ദ്രനാഥ ടാഗോർ. ആൻസർ എന്താണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. നെക്സ്റ്റ് വരുന്നത് 32ാമത്തെ ക്വസ്റ്റ്യൻ. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഫീൽഡ് ഹാവ് സീൻ എ ഫിനോമിനൽ എക്സ്പാൻഷൻ എസ്പെഷ്യലി ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ? പ്രത്യേകിച്ച് 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഏതൊക്കെ മേഖലകളിലാണ് അസാധാരണമായ വികാസം ഉണ്ടായത്? ഒന്നാമത്തത് ഹ്യൂമൻ സയൻസ്, മനുഷ്യ ശാസ്ത്രങ്ങളിൽ, അതായത് സോഷ്യൽ സയൻസ്, സൈക്കോളജി, സാമൂഹിക ശാസ്ത്രവും മനഃശാസ്ത്രം. 2 മേഖലകളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 5ാമത്തെ മൊഡ്യൂളിൽ വരുന്നത്. 23, 24, 25, 28 ചാപ്റ്ററുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ MCQ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ക്ലാസ്സുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പഠിക്കുക. എക്സാം ആണല്ലോ വരുന്നത്. നല്ല മാർക്കും മേടിക്കുവാൻ ശ്രമിക്കണം.
നല്ല മാർക്ക് വാങ്ങി എല്ലാവരും പാസ്സാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി 6ാമത്തെ മൊഡ്യൂളുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.